കർത്താവിന് സ്തോത്രം. അനുഗ്രഹീതമായ ഈ നല്ല സമയത്ത് കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയമുള്ളവരെയും, ശ്രേഷ്ഠന്മാരായ കർത്തദാസന്മാരെയും ധന്യനായ കർത്താവിൻ്റെ നിസ്തുല്യ നാമത്തിൽ ഞാനും സ്വാഗതം ചെയ്യുന്നു. തിരക്ക് പിടിച്ച ജീവിതത്തിൽ ഈ മൂന്നാമത്തെ ദിവസവും നമുക്കൊന്നു ചേരുവാനിടയായതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. വളരെയധികം പ്രസംഗങ്ങൾ കേട്ടിട്ടുള്ള ദൈവമക്കളാണ് ഇവിടെ ഇരിക്കുന്നതെന്ന് എനിക്കറിയാം. ലോകത്തിലെ ഏറ്റവും നല്ല പ്രസംഗം കേൾക്കുന്നത് ഗൾഫിലുള്ള പെന്തിക്കോസുകാരാണ്. എല്ലാ ദൈവമക്കളാണ്. വരുന്നവരാരും മോശക്കാരല്ല. അവരുടെ കയ്യിലിരിക്കുന്ന ഏറ്റവും നല്ല പ്രൊഡക്റ്റുമായിട്ട് ഇങ്ങോട്ട് വരത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് അതൊരു ഭാഗ്യമാണ്. അത് കേട്ടു. പക്ഷെങ്കിൽ അതുകൊണ്ടായില്ലല്ലോ നമ്മളെ കർത്താവിൻ്റെ ദാസൻ ജോർജ് പാസ്റ്റർ പറഞ്ഞുള്ള വി ഷുഡ് പ്രിപ്പയർ അവേഴ്സെൽഫ്. ഈ സംഗമത്തിൻ്റെ, നമ്മളുടെ ഈ മീറ്റിങ്ങിൻ്റെ ഉദ്ദേശം ഈ തലമുറയിൽ നടക്കുന്ന ആ വലിയ സംഭവത്തിൽ നമ്മൾ പങ്കാളികളാകണം. അതിനുള്ളതായ ഒരു എയിം നമ്മളുടെ ഉള്ളിൽ കാണണം. ഇത് കേട്ട് ഗ്രഹിക്കുക എന്നുള്ളതിൻ്റെ അർത്ഥം നമ്മൾ ആ വലിയ സംഭവത്തിൽ പങ്കെടുക്കണം. പിതാക്കന്മാർ, നമ്മുടെ പൂർവികന്മാർ പ്രത്യാശയോടെ കാത്തിരുന്ന് അവരെ കടന്നുപോയി. അവർക്കിത് അനുഭവിപ്പാൻ സാധിച്ചില്ല. എന്നാൽ ദൈവത്തിൻ്റെ വൻ കൃപയാൽ നമ്മളുടെ തലമുറ ആ പരമഭാഗ്യമാകുന്ന രൂപാന്തരം എന്ന അനുഭവത്തിലേക്ക് മാറുവാൻ പോകുന്ന തലമുറയാണ്. അപ്പോൾ രൂപാന്തരത്തിലേക്ക് മാറണമെങ്കിൽ സ്വർഗം പ്രതീക്ഷിക്കുന്ന വിധത്തിലുള്ള സകല ക്വാളിഫിക്കേഷനും ഉള്ളവർ മാത്രമേ കർത്താവിൻ്റെ വരവിൽ കാന്ത അഥവാ മണവാട്ടി എന്ന പദവിയിൽ എടുക്കപ്പെടത്തുള്ളൂ. അതേ സ്ലാക്നെസ്സിൽ അല്ലെങ്കിൽ അലസതയിൽ നമ്മൾ ക്രിസ്തീയ ജീവിതം നയിച്ചാൽ രണ്ട് മണവാട്ടിമാരാണ് ഒരേ സമയത്ത് ഒരുങ്ങുന്നത്. രണ്ട് മണവാളന്മാരുമുണ്ട്. ഒന്ന് സത്യം മണവാളനാകുന്ന ക്രിസ്തു, തൻ്റെ സഭയ്ക്ക് വേണ്ടി സ്വന്തം രക്തം ഊറ്റി മനുഷ്യവർഗത്തെ വീണ്ടെടുക്കുവാൻ സ്വന്തം രക്തം ഊറ്റിയ കർത്താവായ യേശു ക്രിസ്തു എന്ന നമ്മളുടെ നിത്യ മണവാളനായ ക്രിസ്തു. ആ മണവാളൻ്റെ കാന്തയാണ് സഭ. സഭ എന്ന് പറയുന്നത് ഒരു ഡിനോമിനേഷൻ അല്ല. തെറ്റിദ്ധരിക്കരുത്. പലർക്കും ഒരു ധാരണയുണ്ട്, ഞങ്ങൾ മാത്രമാ, അത് ഞങ്ങളെന്ന് പറഞ്ഞിരിക്കത്തേ ഉള്ളൂ. അതല്ല. സഭ എന്ന് പറയുന്നത് വേദപുസ്തകം പഠിപ്പിക്കുന്ന ആ യോഗ്യതയുള്ളതെല്ലാം സഭയാണ്. ആ സഭയാകുന്ന ക്രിസ്തീയ സഭയാകുന്ന മണവാട്ടി. രണ്ടാമതൊരു വ്യാജ മണവാളൻ വരുന്നുണ്ട്. ആളെത്തി. അവൻ്റെ പേരാണ് ആൻറ്റി ക്രൈസ്റ്റ്, എതിർ ക്രിസ്തു. അവനും ഒരു മണവാളനാ. പക്ഷെ അവൻ നിത്യ മണവാളനല്ല. അവൻ്റെ മണവാളത്തെ 7 വർഷമേ ഉള്ളൂ. അതോടെ അവൻ്റെ പൊടി പോലും പിന്നെ കാണുകയില്ല. അവന് വേണ്ടി ഒരു കാന്തി ഒരുങ്ങുന്നുണ്ട്. ആ കാന്തിയാണ് വെളിപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിൽ പറയുന്ന കൈവിടപ്പെട്ടു പോകുന്ന ക്രൈസ്തവ സഭ. കർത്താവിൻ്റെ വരവിൽ എടുക്കപ്പെടാതെ പോകുന്ന ഏതെല്ലാം വ്യക്തിയുണ്ടോ അതെല്ലാം അതിൽ ഉൾപ്പെടും. അത് അവൻ്റെ കാന്തയാണ്. 17-ാമത്തെ അധ്യായത്തിൽ കാണുന്ന ദ സ്പിരിച്വൽ ബാബിലോൺ, ആത്മീയ ബാബിലോൺ എന്നാണ് അതിൻ്റെ വേദപുസ്തകത്തിലെ പേര്. അങ്ങനെ ഒരുങ്ങുന്ന നമ്മൾ കർത്താവിൻ്റെ വരവിൽ എടുക്കപ്പെടുവാൻ തക്കവണ്ണം ധൈര്യത്തോടെ നമുക്ക് ഒരുങ്ങണം. പ്രൈസ് ദി ലോർഡ്. ആ ഒരുക്കം, ലോകത്തിലെ മണവാട്ടിയെ ഒരുക്കുന്നത് ബ്യൂട്ടീഷ്യൻസാണ്. അത് അവരുടെ ജോലിയാണ്, ഒഫീഷ്യൽ പരിപാടിയാണ്. ബില്ല് കൊടുത്താൽ മതി, 32-നെ 18 തരും. അല്ലേ? സ്തോത്രം. അത് അവരുടെ പരിപാടിയാ. ഞങ്ങളുടെ അടുത്തൊരു കല്യാണം നടന്നു. നല്ല മിടുക്കി പെണ്ണ. ഞങ്ങൾക്ക് വളരെ അടുത്ത ബന്ധമുണ്ട്. വളരെ അടുത്ത ബന്ധമാണ്. പക്ഷെ നല്ല വിദ്യാഭ്യാസമുള്ളൊരു പെങ്കൊച്ചായിരുന്നു. അവളെ വിവാഹപ്രായം ഇങ്ങനെ ആയി 10-25 വയസ്സായപ്പോഴേ അവരുടെ മാതാപിതാക്കളെ കാണുമ്പോൾ ഞാൻ പറയും, മോളെ കല്യാണം നടത്തി ഇവിടെ പ്രായമായി വരുന്നല്ലോ. അന്നേരം പറയും, ഇല്ല അങ്കിളെ, അവൾക്ക് പഠിക്കണമെന്ന് ആഗ്രഹം. ഞങ്ങൾക്കും പഠിപ്പിക്കണോ, എന്നാൽ പഠിപ്പിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ പഠിത്തമെല്ലാം കഴിഞ്ഞ് നല്ല ഡിഗ്രി കോട്ടയത്ത് നിന്ന് അവൾ എടുത്തതും നല്ല പോസ്റ്റ് ഗ്രാജുവേഷനൊക്കെ എടുത്തപ്പം വയസ്സ് ഏതാണ്ട് 10-30 അപ്പോഴാണ് കല്യാണം ആലോചിച്ചപ്പം ആ പ്രായത്തിലുള്ള ചെറുക്കന്മാർക്ക് 2 കുഞ്ഞുങ്ങളായി. ഇവള് പഠിച്ചോണ്ട് വരുന്നു. എങ്കിലും കുഴപ്പമൊന്നുമില്ല, നല്ലൊരു കുടുംബത്തിലെയാ, പിടിപിടിക്ക് പെണ്ണ. എന്തായാലും കൊള്ള. അവർ പിന്നെ ഏതാണ്ട് പരിപാടിയൊക്കെ ഉണ്ടല്ലോ. ഇപ്പൊ M4 മാരേജ്, K4 കല്യാണമോ ഏതാണ്ടൊക്കെ ഉണ്ട്. ഏതായാലും ഒരു ചെറുക്കനെ കിട്ടി. അപ്പോഴും ആ അടുത്ത ബന്ധം വെച്ച് എന്നോട് കൺസൾട്ട് ചെയ്ത് ഞാൻ പറഞ്ഞു, നിങ്ങൾ അപ്പോൾ പറയാമെങ്കിൽ ഒരു ചെറിയ പ്രശ്നമുണ്ട്, അതിനെന്നാ ഒരു പരിഹാരം. എല്ലാം കൊള്ളാം, നല്ല കുടുംബക്കാരൻ, നല്ല ഒന്നാന്തര ഫാമിലി, നല്ല ജോലി, എല്ലാം എവരിതിങ് ഇസ് ഗുഡ്.
ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഞാൻ ചോദിച്ചാൽ പറഞ്ഞു, ഈ പെണ്ണിനേക്കാൾ 4 മാസത്തിന് പ്രായക്കൂടുതലുണ്ട് ഈ ചെറുക്കന്, എന്നാ ചെയ്യണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇപ്പം അത് 4 മാസം എന്ന് പറഞ്ഞാൽ നിങ്ങൾ അത് നോക്കിയിരുന്ന് ഇനി വരുന്നതിന് 2 വർഷമായിരിക്കും. ഇത് 4 മാസമല്ല ഉള്ളത്, നിങ്ങൾ പ്രാർത്ഥിച്ച് നടത്താൻ പറഞ്ഞു. അങ്ങനെ ഈ കല്യാണം എല്ലാം നടത്തുന്നതിന് സെറ്റപ്പായി. കല്യാണത്തിന് ഞാനും എൻ്റെ വൈഫ് സൂസമ്മ ഞങ്ങളും പോയി. ഇവളെ പ്രാർത്ഥിക്കാനായിട്ട് ഇറക്കി. ഒരു പായൊക്കെ വിരിച്ച് വിളിക്കൊണ്ട് വന്നിരുന്നു. ഞാൻ ഈ ചട്ടം നോക്കിയപ്പോൾ എനിക്കൊരു സംശയം, ഇവളാണോ? കാരണം ഒരു 10-15 വയസ്സുള്ള പെങ്കൊച്ച് നിൽക്കുന്ന പോലെ. ഞാൻ എൻ്റെ വൈഫിനോട് ഇവള് തന്നെയാണോ? അന്നേരം എന്നോട് പറഞ്ഞു, പപ്പ മിണ്ടാതിരി, അവള് തന്നെയാണെന്ന്. എന്തായാലും കൊള്ളാം, അവള് തന്നെയാണ് ബോധ്യപ്പെട്ടു. അവളെല്ലാം വരത്തില്ല, എങ്കിലും ആ ചട്ടം എന്നുള്ള ആ ഫീലിങ്ങിലൊക്കെ ചോദിച്ചു പോയതാണ്. കല്യാണമെല്ലാം കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് ഞാൻ ആ വീട്ടിൽ എൻ്റെ ബാക്കി കാര്യങ്ങൾ എടുക്കാൻ ചെന്നപ്പോൾ ഞാൻ ചോദിച്ചു, അപ്പനെ വിളിച്ചു, ഇവളെ ഇത്ര സ്മാർട്ട് ആക്കിയത് എങ്ങനെയാണെന്ന് ചോദിച്ചു. അന്നേരം പുള്ളി പറഞ്ഞു, എൻ്റെ അങ്കിളെ തലേദിവസം രാത്രി 12 മണിക്ക് കഞ്ഞിക്കുഴി കൊണ്ട് കൊടുത്തു. നമ്മൾ പറയത്തില്ലേ, ബ്ലൗസ് തയ്ക്കാൻ കൊടുത്തു, ഷർട്ട് ഡ്രൈ ക്ലീന് കൊടുത്തു. തലേദിവസം രാത്രി 12 മണിക്ക് കൊണ്ട് കൊടുത്തു. രാവിലെ 7 മണിക്ക് കിട്ടി. കൊടുത്തത് 30, കിട്ടിയത് 18. ഞാൻ ചെന്ന പേയ്മെൻ്റായി. ഞാനായതുകൊണ്ട് 3500 രൂപ കുറച്ച് തന്നു, 16,500 രൂപ. പക്ഷെ 2 ദിവസം കഴിഞ്ഞപ്പോൾ അവള് പഴയ 30 അല്ലേ? എന്നാൽ കുഞ്ഞാണിന്റെ കാന്ത അങ്ങനെയല്ല. ബ്യൂട്ടീഷ്യൻ അല്ല ഒരുക്കുന്നത്, ഒരുക്കാൻ ഒരു ശക്തി സഹായിക്കും. ആ ശക്തിയുടെ പേര് പാസ്റ്റർ എന്നല്ല, ആ ശക്തി പരിശുദ്ധാത്മാവ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഒരുക്കിയാൽ ആ ഒരുക്കമായിരിക്കും. കാന്തനായ ക്രിസ്തു നമ്മളെ ചേർക്കാൻ വരികയാണ്. നമ്മൾ അതിനോട് ഒരുങ്ങുമ്പോൾ ജയകരമായ ക്രിസ്തീയ ജീവിതമാണ് ഒരുക്കത്തിന്റെ ബെസ്റ്റ് ആൻഡ് ഫൈനൽ സിമ്പൽ. ജയകരമായ ക്രിസ്തീയ ജീവിതം അത് ഓരോരുത്തർക്കും ബോധ്യപ്പെടും. ക്രിസ്തീയ ജീവിതത്തിന് ഒരിക്കൽ കൂടി ഞാൻ പറയാം, ആദ്യം വരാത്തവർക്ക് വേണ്ടി 3 ഡിമെൻഷൻസ് ഉണ്ട്, 3 പ്രതിഫലനമുണ്ട് ക്രിസ്തീയ ജീവിതം. 1, ദ ബെസ്റ്റ് ഫാമിലി ലൈഫ്, നല്ല സുതാര്യമായ സന്തോഷമുള്ള കുടുംബജീവിതം. 2, സുഗന്ധം പരത്തുന്ന ആത്മീയ ജീവിതം. സുഗന്ധം പരത്തുന്ന ആത്മീയ ജീവിതം, പെർഫ്യൂം ഫുൾ സ്പിരിച്വൽ ലൈഫ്. 3, ലോകത്തിന്റെ ബന്ധനമില്ലാത്ത ബന്ധങ്ങൾ. ജോലിയിലായാലും ബിസിനസ്സിനായാലും എവിടെയായാലും ബന്ധനമില്ലാത്ത, ഒന്നും നമ്മളെ കെട്ടാത്ത ബന്ധങ്ങൾ. ഇതുണ്ടെങ്കിൽ നമ്മൾ ജയിച്ചു. അതിലേക്ക് വരുമ്പോഴാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ, എങ്ങനെയാണ്? ഹല്ലേലൂയ. ആദ്യം ഞാൻ പറഞ്ഞു, ലോകം നമുക്കെതിരാണ്, ദുഷ്ടന്റെ കയ്യിൽ. പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ പ്രാർത്ഥിച്ചോണ്ടെല്ലാം നമ്മൾ ചിന്തിച്ചു. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോവുകയാണ്. വേഗ സമയം മുന്നോട്ട് പോകുന്നല്ലോ, വളരെ ശ്രദ്ധിക്കണം. ഒരു നല്ല ഒരു പോസിറ്റീവ് ലൈൻ മുമ്പിൽ കിടപ്പുണ്ട്. എന്നാൽ ഒരു ശാസ്ത്രം ഇപ്പോഴും കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ നെഗറ്റീവ് ഫാക്റ്റും ഉണ്ട്. അതിലേക്ക് നമ്മൾ വരാൻ പോവുക. അതിനു മുമ്പേ നമുക്ക് വളരെ പോസിറ്റീവ് ഫാക്റ്റ് ഉണ്ട്. ഒരു അനുകൂലമായ ഒരു അവസ്ഥയുണ്ട്. ഒന്നും ഭയപ്പെടേണ്ട. രോഗത്തെക്കുറിച്ചോ സമ്പത്തിനെ കുറിച്ചോ ജോലിയെക്കുറിച്ചോ ഒന്നും ടെൻഷൻ അടിക്കേണ്ട. എല്ലാ കർത്താവ് ശരിക്ക് വെച്ചിട്ടുണ്ടെന്ന് വായിച്ച്. എഫേസ്യർ 2:14 വായിച്ചേ പറയാം. എടുക്കുന്ന ബൈബിളാ, തട്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് സ്വപ്പം താമസിക്കും, കുഴപ്പമില്ല. എന്നാലും അവിടെ കുഴപ്പമുണ്ടാകില്ല. വായിച്ച് എഫേസ്യർ 2:14. അവൻ നമ്മുടെ സമാധാനം, അവൻ നമ്മുടെ സമാധാനം. അവൻ ഇരുപക്ഷത്തെയും ഒന്നാക്കി. ഏതാ ഇരുപക്ഷം? നമ്മൾ ഒരു കാലത്ത് ദൈവത്തെ, അക്കാലത്ത് നിങ്ങൾ ക്രിസ്തുവിനെ കൂടാതെ ഉള്ളവരും ഇസ്രായേൽ പൗരതയോട് യാതൊരു ബന്ധവുമില്ലാത്തവരും വാഗ്ദത്തത്തിനും എല്ലാം നമ്മളെ വളരെ അകലെയുമായിരുന്നു. അവൻ നമ്മളെ സമാധാനം, അവൻ ഇരുപക്ഷത്തെയും ഒന്നാക്കി. അടുത്ത വാക്യം, ചട്ടങ്ങളും കൽപ്പനകളുമായ ന്യായപ്രമാണം എന്ന ശത്രുത്വം തന്റെ ജഡത്താൽ നീക്കി. നമ്മൾ ആ ഭയങ്കര ശത്രുത്വം, തുടരുത്, പിടിക്കരുത്, കാണരുത്, അറിയരുത്, ചെരിപ്പിടരുത്, ഇതെല്ലാം അങ്ങോട്ട് മാറ്റി. അടുത്ത വാക്യം, വേർപാടിന്റെ നടുച്ചുവർ ഇടിച്ചു കളഞ്ഞു. നടുച്ചുവർ ഉണ്ടായിരുന്നു, ദൈവത്തിൽ നിന്നും അകറ്റിക്കൊണ്ടിരുന്ന നടുച്ചുവർ. ഓരോരുത്തർക്കും ഓരോ വിധത്തിലുള്ള നടുച്ചുവർ ഉണ്ടായിരുന്നു. അതങ്ങ് മാറ്റി തന്നിട്ടുണ്ട്. ഇനി ജയിക്കാം. നടുച്ചുവറിനെ വെച്ച് പറയുമ്പം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വളരെ രസകരമായ ചിന്തനീയമായ ഒരു സംഭവം പറയാം. നടുച്ചുവർ മാറ്റിയത് കഴിഞ്ഞ നൂറ്റാണ്ടിൽ ഫ്രാൻസിൽ ഒരു യുദ്ധം നടന്നു. ആ യുദ്ധത്തിന് ചരിത്രകാരന്മാരിട്ടിരിക്കുന്ന റീത്ത സ്കോഡർ വാർ. ബ്രിട്ടീഷുകാർ ഫ്രാൻസിനെ കയറി ആക്രമിച്ചു. കഴിഞ്ഞ നൂറ്റാണ്ടിൽ ബോംബിംഗ് ഇല്ല, പ്ലെയിൻ ഇല്ലാത്ത കാലം. രാത്രിയിൽ യുദ്ധമില്ല, ബോംബിംഗ് ഇല്ല, മിസൈൽ ഇല്ല, ഡയറക്റ്റ് ഫൈറ്റ്. പകൽ മാത്രം യുദ്ധം, രാത്രി യുദ്ധമില്ല.
പകൽ മാത്രം യുദ്ധം, പട്ടാളക്കാർ നേർക്ക് നേർ നിന്ന് വെടിയുതിർക്കുന്ന യുദ്ധം. ആ യുദ്ധത്തിന്റെ പേരാണ് റീത്ത സ്ക്വാഡർ വാർ. ബ്രിട്ടൻ കയറി ഫ്രാൻസിനെ അങ്ങോട്ട് അറ്റാക്ക് ചെയ്ത് ആക്രമിച്ചു. ഇംഗ്ലീഷ് ചാനൽ കൂടി കപ്പൽ വഴി കയറി പട്ടാളക്കാര്, ബ്രിട്ടീഷ് പട്ടാളക്കാര് കയറി അറ്റാക്ക് ചെയ്ത് ഫ്രാൻസിനെ തകർത്ത് ഫ്രാൻസിന്റെ പാരീസിലെ തെരുവീതിയിൽ ശവം ഇങ്ങനെ വീണുകൊണ്ടിരിക്കുമ്പോൾ ഫ്രാൻസിലെ പട്ടാളക്കാർ 3 പട്ടാളക്കാർ വീതം ഓരോ ബാരക്കിലും കിടക്കും. രാത്രിയിൽ 3 പേരാണ് ഒരു ക്യാമ്പിനകത്ത്, ഒരു ബാരക്ക് 3 പട്ടാളക്കാർ. രാവിലെ 6:30 ആകുമ്പോൾ എഴുന്നേറ്റ് യൂണിഫോം ധരിച്ച് ഭക്ഷണം കഴിച്ച് കിറ്റ് പുറത്തിട്ട് തോക്കുമായിട്ട് അവർ 3 പേരും വരും. ഒരാളല്ല, ഒരുപാട് പേര് വരും, 3 പേര് വീതം. ഇവർ 3 പേരും കൂടെ ബാരക്കിന്റെ വെളിയിൽ വന്ന് കെട്ടിപ്പിടിച്ച് ചുംബിച്ച് കരയും. കാരണം രാവിലെ 6 മണിക്ക് യുദ്ധത്തിന് പോവുക, 3 മണി വൈകുന്നേരം വരുമ്പോൾ ചിലപ്പോൾ 3 വന്നില്ലെന്ന് വരും, ചിലപ്പോൾ 3 പേരിൽ ഒരാൾ മരിച്ചെന്ന് വരും, ചിലപ്പോൾ 3 പേര് 2 പേരും മരിച്ചെന്ന് വരും, ചിലപ്പം ആരും മരിച്ചില്ലെന്ന് വരും, ചിലപ്പം ഒരുത്തന്റെ ശരീരം മാരകമായി മുറിവേറ്റത് വരും. ഇത് ആർക്കാ എന്നാ സംഭവിക്കുന്ന അറിയത്തില്ല. അതിനെ കെട്ടിപ്പിടിച്ച് ചുംബിക്കുന്നത്. എല്ലാവരും കൂടെ പോയി. ഒരു ദിവസം യുദ്ധം കൂടി തുടങ്ങി. പതിവ് പോലെ 3 പേര് കെട്ടിപ്പിടിച്ച് ചുംബിച്ചു പോയി. യുദ്ധം മുറുകി. തെരുവീതിയിൽ വെച്ച് ഈ 3 പേരിൽ വെടിവെക്കുക, അങ്ങോട്ട് അവിടുന്ന് ഇങ്ങോട്ട്. അതിൽ ഈ 3 പേരിൽ നടുക്കിൽ നിന്ന് മിലിറ്ററി ആ സോൾജിയർ വെടിയേറ്റ് താഴെ വീണ് മരിച്ചു. അപ്പുറത്തും ഇപ്പുറത്ത് നിൽക്കുന്ന കൂട്ടുകാർ കണ്ടുകൊണ്ടിരിക്കുക. നിങ്ങളൊന്ന് ഭാവനയെ കണ്ടേ, തൊട്ടടുത്ത സുഹൃത്തുക്കളെ വെടിയേറ്റ് മരിക്കുക. ഉടനെ ക്യാപ്റ്റൻ അത് കണ്ടു. ക്യാപ്റ്റൻ ഓടി, യുദ്ധം നടക്കുക, പൊടിക്കുക, അവിടെ യുദ്ധമൊന്നും നിർത്താൻ, ചാക്കോ മരിച്ചെന്ന് പറഞ്ഞു യുദ്ധം നിൽക്കാൻ ഒക്കില്ല. ക്യാപ്റ്റൻ വന്ന് അവരോട് പറഞ്ഞു, വിൽ ഗീവ് യു 2 hours, ഗോ ആൻഡ് ബറി ആൻഡ് കം ബാക്ക്. അവിടുത്തെ നിയമം അനുസരിച്ച് 2 മണിക്കൂർ ടൈം ഉണ്ട്, നിങ്ങൾ 2 പേരും കൂടി ബോഡി എടുത്തോണ്ട് പോയി അടക്കിച്ചു വാ, 2 മണിക്കൂറിനാണ് വന്നിരിക്കണം എന്ന് പറഞ്ഞു. പിന്നെ മറുപടി ഒന്നുമില്ല. ഇവരെ ചോരയൊലിക്കുന്ന മരിച്ച ആ കൂട്ടുകാരന്റെ മൃതശരീരം എടുത്ത് തോളിലിട്ട് കിറ്റും തോക്കും എല്ലാം കയ്യിലുണ്ട് എടുത്തോണ്ട് ഓടുക. തൊട്ടടുത്ത പള്ളിയിൽ ചെന്നു. തൊട്ടടുത്ത പള്ളിയിലോട്ട് ചെന്നിട്ട് അവിടുത്തെ അച്ഛൻ താമസിക്കുന്ന അദ്ദേഹത്തിന്റെ പാസ്റ്ററിനെ ചെന്ന് അദ്ദേഹത്തെ വിളിച്ചു. ഈ ബോഡി ഇങ്ങനെ തോളെ കിടക്കുക, അച്ചോ മരിച്ചുപോയി, അടക്കിത്ത. അച്ഛൻ നിർവികാരിയായി ബോഡി നോക്കി ഇങ്ങനെ നിൽക്കുക. ഇവരുന്ന്, അച്ചോ സമയമില്ല, 2 മണിക്കൂറേ ഉള്ള അവധി, തിരിച്ച് ഞങ്ങൾ ചെന്നിരിക്കണം, ഇല്ല ഞങ്ങളുടെ പേരിൽ വലിയ ചാർജ് വരും, അടക്കിത്ത. അച്ഛൻ അനങ്ങുന്നില്ല. ഇവർ പിന്നെ എൻ്റെ അച്ഛോ സമയം പോയി. ഉടനെ അച്ഛൻ ദുഃഖിതനോടെ പറഞ്ഞു, കുഞ്ഞുങ്ങളെ എനിക്കും വളരെ സങ്കടം, ഞാൻ നിസ്സഹായനാ. എന്താ അച്ഛാ? ഓർത്തോണെ ബോഡി കിടക്കുക തോളേൽ. അത് കുഞ്ഞുങ്ങളെ, ഈ പള്ളിയുടെ ഒരു നിയമം ഇവിടുത്തെ കമ്മിറ്റി എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടുത്തെ സെമിത്രി ഇവിടുത്തെ മെമ്പേഴ്സിനെ ഉപയോഗിക്കാവുള്ളൂ, ഔട്ട്സൈഡേഴ്സിന് സെമിത്രി ഉപയോഗിക്കാൻ പാടില്ല എന്നൊരു ലോ ഈ ചർച്ചിലുണ്ട്. ഇവർ പറഞ്ഞു, എൻ്റെ അച്ഛൻ ഇങ്ങനെ പറഞ്ഞാൽ യുദ്ധത്തിൽ വെടിയേറ്റ് ശവവും കൊണ്ട് ഞങ്ങൾ വന്നിരിക്കുക, ഇവിടെ ചർച്ചിന്റെ കമ്മിറ്റിയുടെ നിയമം പറഞ്ഞുകൊണ്ടിരുന്നത് ഞങ്ങൾ പിന്നെ എവിടെ കൊണ്ട് നടക്കും? അച്ഛൻ ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെ? ഇതെന്തിനു മറുപടി? അച്ഛനൊരു സൊല്യൂഷൻ എന്താ? ഇവർ കരയുക. അച്ഛനും ആലോചിച്ച ഫാക്ട് അല്ലേ, രാജ്യത്തിന് വേണ്ടി വെടിയേറ്റ് മരിച്ചവനാ, അവന്റെ ബോഡിയും കൊണ്ടുവന്നിരിക്കുന്നത്. നിയമവിരുദ്ധം അച്ഛൻ ഈ പറയുന്നത്. പട്ടാളക്കാരന്റെ ബോഡി അടക്കി കൊടുക്കാൻ വളരെ ബാധ്യതയുണ്ട് ചർച്ചകൾക്കെല്ലാം അന്നത്തെ കാലത്തെ. അത് ഏത് സഭയാണെന്നൊന്നും ചോദിക്കത്തില്ല, അടക്കിയിരിക്കണമെന്നാ. രാജ്യത്തിന് വേണ്ടി ജീവൻ വെടിഞ്ഞവനാ. അച്ഛൻ ആലോചിച്ചില്ല, അച്ഛനെ ഇങ്ങനൊരു നിയമവും ഈ ബോഡിയും അച്ഛൻ ആലോചിച്ചു, ഒരു കാര്യം ഞാൻ ചെയ്യാം. അതെന്താ? ഒരു കാര്യം ചെയ്യും, ഈ സെമിത്രിയുടെ അതിർത്തി, ആ മുള്ളുകമ്പിക്ക് ഇപ്പുറമേ ഉള്ളൂ സെമിത്രി, അതിനപ്പുറത്ത് കിടക്കുന്ന നോമാൻസ് ലാൻഡ് ആരുടെയും അല്ല, മുള്ളുകമ്പിക്ക് അപ്പുറത്താന്നേ ഉള്ളൂ, സെമിത്രി അല്ല. നിങ്ങൾ അവിടെ കുഴി കുത്താങ്കി ഞാൻ അടക്കാൻ പ്രാർത്ഥിക്കാം. അവർ പറഞ്ഞു, എവിടെയായാലും മതി, ഞങ്ങൾക്കൊരു വിരോധമില്ല. അച്ഛൻ തന്നെ ഇംപ്ലിമെന്റ്സ് കൊടുത്തു. അതെ, ഇവർ 2 പേരും കൂടെ ബോഡി വെച്ച് ആ മുള്ളുകമ്പിയോട് ചേർത്ത്, മുള്ളുകമ്പി ഈ സെമിത്രിക്ക് പുറത്ത് കുഴി കുത്തി. അവർ തന്നെ ദുഃഖത്തോടെ ഈ ബോഡി എടുത്ത് വെച്ചു. അച്ഛൻ പ്രാർത്ഥനകളെല്ലാം ആ പള്ളിയുടെ ക്രമപ്രകാരമുള്ള പ്രാർത്ഥനകൾ നടത്തി. ഈ കൂട്ടുകാർ 2 പേരും മണ്ണിട്ട് ശവം അടക്കി കല്ലും വെച്ച് അവർ പിന്നെ വേഗം യുദ്ധത്തിന് പോകുക. വേറെ ഇടയ്ക്ക് നിൽക്കാനൊക്കത്തില്ല, യുദ്ധം നടക്കുക, വെടിയൊച്ച കേൾക്കാം. യുദ്ധം ചെയ്യുക ഈ ഭാരത്തോടെ. 2 ദിവസം കഴിഞ്ഞു, സെറ്റിൽമെന്റ് വന്നു. ബ്രിട്ടൻ സീസ് ഫയർ, വെടി നിർത്തി പുറകോട്ട് പോയി. യുദ്ധമില്ല, പട്ടാളക്കാർക്കൊക്കെ ആശ്വാസമായി. ഉടനെ ഇവർ പറഞ്ഞു, ഈ മരിച്ചുപോയ സുഹൃത്തിന്റെ പേര് ഫ്രെഡറിക് എന്നാ. ഇവിടെ ഫ്രെഡറിക്കിന്റെ ബോഡി നമ്മൾ അടക്കി. അദ്ദേഹത്തിന്റെ ഭാര്യ അറിഞ്ഞിട്ടില്ല ഭർത്താവ് മരിച്ചതേ. നമുക്കൊരു കാര്യം ചെയ്യാം, റീത്തുമായി ചെന്ന്
റീത്ത് വെച്ചിട്ട് നമുക്ക് രണ്ടുപേർക്കും മാറി മാറി നിന്ന് ഫോട്ടോ എടുക്കാം. ഫോട്ടോ എടുത്ത് അവർക്ക് മാഡത്തിന് അയച്ചു കൊടുത്തിച്ച് പറയാം, ഞങ്ങളുടെ സുഹൃത്ത് നിങ്ങളുടെ ഭർത്താവ് രാജ്യത്തിന് വേണ്ടി മരിച്ചു, ഞങ്ങളാ അടക്കിയത്, ആ ദുഃഖത്തിൽ പങ്കുചേരുമെന്ന് പറഞ്ഞ് നമുക്ക് അവർക്ക് ഇത് അയച്ചു കൊടുക്കാമെന്ന് പറഞ്ഞാൽ അവർ രണ്ട് നല്ല റീത്തും മേടിച്ച് രാവിലെ ക്യാമറയുമായി ഈ അടക്കിടത്തി എന്ന ഒരു വലിയ അതിശയം നടന്നു. അങ്ങനെ ഒരു കുഴിമാടമേ അവിടെ ഇല്ല. 2 ദിവസം മുമ്പ് അവര് തന്നെ കുഴി കുത്തി അവര് തന്നെ ഇറക്കി വെച്ച് അച്ഛൻ പ്രാർത്ഥിച്ച് ചെയ്ത സംഭവമാ. അവര് അതിശയിച്ചു പോയി. ആ സ്ഥലത്ത് അങ്ങനെ ഒരു കുഴിമാടമില്ല. നമ്മൾ ആ നിലയിലാണല്ലോ. ഇവരധികം കൈയും കെട്ടി നീക്കുക, ഇതെന്നാ സംഭവം? ഉടനെ അച്ഛനത് കണ്ട് അദ്ദേഹം ഇറങ്ങി വന്നു. നിങ്ങൾ എന്നാ നോക്കുന്നത്? എന്റെ അച്ഛോ, ഇതെന്നാ ലോകമാ, ഇതെന്നാ നാടാ ഇത്? അച്ഛനല്ലേ ഞങ്ങളുടെ സുഹൃത്ത് ഫ്രെഡറിക്കിന്റെ ബോഡി പ്രാർത്ഥിച്ചടക്കിയത്, ഞങ്ങളല്ലേ വെച്ചത്. വേർ ഈസ് ദാറ്റ് ബോഡി? അച്ഛൻ പ്രസന്നതയോടെ മുഖത്തോടെ നോക്കി പറഞ്ഞു, നിങ്ങൾ വിഷമിക്കേണ്ട സഹോദരന്മാരെ, അന്ന് രാത്രി, മിനിഞ്ഞാന്നാണല്ലോ ഈ സംഭവം, അന്ന് രാത്രി ഞാൻ ഉറങ്ങിയില്ല. ഈ രാജ്യത്തിന് വേണ്ടി ജീവൻ വെടിഞ്ഞ ഒരു ചെറുപ്പക്കാരന്റെ മൃതശരീരം അവൻ ഈ പള്ളിയിൽ അംഗത്വം ഇല്ലെന്നും പറഞ്ഞ് കമ്മിറ്റിക്കാരുടെ തീരുമാനപ്രകാരം സെമിത്തേരിക്ക് പുറത്ത് അടക്കിയ ഞാനൊരു ഭീരുവാണല്ലോ എന്ന് ഞാൻ ചിന്തിച്ച് എനിക്ക് ഉറക്കം വന്നില്ല. ഞാൻ മുട്ടിൽ നിന്ന് പ്രാർത്ഥിച്ച്, കർത്താവേ ഇതിനൊരു പരിഹാരം എന്താ? എനിക്ക് കർത്താവ് ഒരു വഴി പറഞ്ഞു തന്നു. ഞാൻ അതിരാവിലെ എഴുന്നേറ്റു. പള്ളിയിലെ നമ്മുടെ ഭാഷയിൽ കപ്പിയാർ, അവരുടെ ഭാഷ കസ്റ്റോഡിയനോട് പറഞ്ഞു, വരാൻ പറഞ്ഞു. കാര്യം കസ്റ്റോഡിയനോട് പറഞ്ഞു, ഞങ്ങൾ രണ്ടും കൂടെ ഒരു പരിപാടി ചെയ്തു. ഈ മുള്ളുകമ്മി അങ്ങോട്ട് പൊക്കി അങ്ങോട്ട് മാറ്റി അടിച്ചു, ആ ബോഡിയും കൂടെ അകത്തോട്ടാക്കി. ഇപ്പൊ നിങ്ങളുടെ സുഹൃത്തിന്റെ ബോഡി സെമിത്തേരിക്കകത്തി. ഇതാ നമ്മുടെ കർത്താവ് ചെയ്തത്. കരങ്ങളെ ഒരു സ്തുതിച്ചേ. എന്നെയും നിങ്ങളെയും ദൈവത്തിൽ നകറ്റുവാൻ ലോകം കെട്ടിവെച്ചിരുന്ന വേർപാടിന്റെ നടിച്ചുവർ കാൽവരിയിലെ കുരിശു കൊണ്ട് തൂണുണ്ടാക്കി തന്റെ രക്തം അവിടെ അവനെ ഹല്ലേലൂയ മാറ്റിയത് കൊണ്ട് അവൻ നമ്മുടെ സമാധാനം ജീവിക്കുവാൻ വേണ്ടുന്ന, ക്രിസ്തീയ ജീവിതം വിജയിപ്പിക്കാൻ വേണ്ടുന്ന മുഴുവൻ ഫോർമാറ്റ് തന്നിട്ടുണ്ട്. ഇനി ഒന്നും നമ്മളാരും എഴുതി ചേർക്കണ്ട, അതിന്റെ ഒന്നും ആവശ്യമില്ല. വി ഷുഡ് ഇംപ്ലിമെന്റ് ഓർ ഒബേ ദാറ്റ്. നമ്മളതനുസരിച്ചാൽ മാത്രം മതി. പക്ഷെങ്കിൽ അതിനൊരു തടസ്സം മുമ്പിൽ നിൽപ്പുണ്ട്. അത് പറയാൻ പോവുകയാണ്. ഇന്നലെ ഞാൻ പറഞ്ഞത്, ശാസ്ത്രം ഇന്നും പ്രാരംഭ ദശയിൽ തന്നെ നിൽക്കുന്ന ഒരു സിസ്റ്റം ഉണ്ട്. അതിന് അവരുടെ ഭാഷയിൽ കയോട്ടിക് ആക്ഷൻ. ക്രിസ്ത്യ ജീവിതം ശ്രദ്ധിച്ചില്ലെങ്കിൽ പരാജയപ്പെടുത്തും. എന്താണ് ഈ കയോട്ടിക് ആക്ഷൻ? ഇന്നലെ ഞാൻ പറഞ്ഞാ വിട്ടത്. നിങ്ങൾ ആരെങ്കിലും ഒക്കെ കമ്പ്യൂട്ടറിൽ നോക്കിക്കാണും. പലർക്കും കിട്ടിയിട്ടുണ്ടോ എന്ന് കൈ വെക്കണേ. ആർക്കും നേരം കിട്ടിയില്ല നോക്കാനില്ല. വല്ല പാചകത്തിന്റെ കാര്യമായിരുന്ന പിള്ളേർ അന്നേരം പോയി നോക്കി. കയോസ്, അൺപ്രിഡിക്റ്റബിൾ ഓർഡർ ഓഫ് എ വർക്ക്. പ്രവചിക്കാൻ സാധിക്കാത്ത ഒരു പ്രവർത്തന പദം, പ്രവർത്തന മാർഗം കയോസ്. ശ്രദ്ധിച്ചോണം. ഒരു പാത്രത്തിൽ വെള്ളം, ശാസ്ത്രീയ കാര്യമാണ് ഞാൻ പറയുന്നത്, ബൈബിളിലേക്ക് വരിക. ഒരു പാത്രത്തിൽ വെള്ളം നിറച്ച് സ്റ്റൗവിൽ വെച്ച് സ്റ്റൗ ഓൺ ചെയ്യുക. വെള്ളം തിളയ്ക്കും. ഒരു കോർക്ക് ഇടണം. ഈ കോർക്ക് വെള്ളത്തിൽ കൂടെ തത്തി കളിക്കും. ഇതെങ്ങോട്ട് പോകുമെന്ന് ഒരു അമ്മച്ചിയും പറയത്തില്ല, ഒരു സയന്റിസ്റ്റും പറയത്തില്ല, ഒരു കമ്പ്യൂട്ടറും പറയത്തില്ല. അത് പാത്രത്തിനകത്ത് ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കും. എങ്ങോട്ടാ ചലിക്കുന്നതെന്ന് ആർക്കും അറിയാൻ മേല. കിഴക്കോട്ടോ പടിഞ്ഞാട്ടോ തെക്കോട്ടോ വടക്കോട്ടോ ലെഫ്റ്റ് റൈറ്റ് ആർക്കും അറിയാൻ മേല. ഇതിങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കും. അത് ചലിക്കാനൊരു വഴിയുണ്ട്, അത് ആർക്കും അറിയാൻ മേല. അതിന്റെ പേരാ കയോസ്. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി തീർന്നില്ല. ഒരു വസ്തുവിന്റെ പ്രാഥമിക അവസ്ഥയിൽ ചെറിയ വ്യത്യാസം വരുത്തിയാൽ ഭാവി വ്യവഹാരത്തിന് വലിയ മാറ്റം. ആദ്യത്തെ കയോസ്, പ്രവചിക്കാൻ സാധിക്കാത്ത പ്രവർത്തന പദം. എ വർക്ക് ഓർഡർ കനോട്ട് പ്രിഡിക്റ്റ്. ഇറ്റലിയിലെ വെസൂവിയസിൽ ഒരു അഗ്നിപർവ്വതം പുകഞ്ഞുകൊണ്ടിരിക്കുന്നു. അത് പൊട്ടും എന്നുള്ളത് എല്ലാവർക്കും അറിയാം. എപ്പോഴെന്ന് ഒരു കമ്പ്യൂട്ടറും പറയത്തില്ല, ഒരു സയന്റിസ്റ്റും പറയത്തില്ല. അതാണ് കയോസ്. 2, ഒരു വസ്തുവിന്റെ പ്രാരംഭ ദശയിൽ ചെറിയ വ്യത്യാസം വരുത്തിയാൽ ഭാവി വ്യവഹാരത്തിൽ വലിയ മാറ്റം.
ഉദാഹരണം പറയാം. രണ്ടാമത്തത് വാസ്തവത്തിൽ പറയാൻ പാടില്ലാത്ത, പിന്നെ എല്ലാവരും ആത്മീയരായതുകൊണ്ട് വിശ്വാസത്തിൽ പറയാം, ആരും കയറി പ്രവർത്തിച്ചേക്കരുത്, നാട്ടിലോട്ട് ഫോൺ ചെയ്ത് തട്ടിയേക്കരുത്, അത് കൈവസാക്കാൻ. ഒരു പശു പ്രസവിച്ചാൽ ആ കിടാവിന്റെ കൊമ്പിന്റെ സ്ഥലത്തെ പ്രസവിച്ച് 24 മണിക്കൂറിനകം 2 തുള്ളി ആസിഡ് ഒഴിച്ചാൽ അതിന്റെ ജീവകാലത്തിൽ അതിന് പിന്നെ കൊമ്പില്ല. അതിന്റെ പേരാണ് കയോറ്റിക് ആക്ഷൻ. ഇനി വേറൊരു പരിപാടിയുണ്ട്, കയോസ്. ആരും കയറി പ്രവർത്തിച്ചേക്കരുത്, അത് നിയമവിരുദ്ധം കൂടെ. അതുകൊണ്ടാണ് നാട്ടിൽ കയറി ഫോൺ വിളിച്ചേക്കരുത് ആരും, ചെയ്തു നോക്കാൻ. നമ്മുടെ പുരയിടത്തിന്റെ മതിലിന്റെ തൊട്ടടുത്ത് അപ്പുറത്തെ വീട്ടുകാരൻ അദ്ദേഹത്തിന്റെ സ്ഥലത്ത് ഒരു തണൽ മരം വെച്ച് പിടിപ്പിക്കുന്നു, കൊണ്ടുവച്ചു. കിളിർക്കുന്നത് അദ്ദേഹത്തിന്റെ സ്ഥലത്തെ, വളർന്നാൽ അദ്ദേഹത്തിന് തണൽ. നമ്മുടെ പുരയിടത്തിലും ടെറസിലും മുഴുവൻ കരിയില്ല, ശരിയല്ലേ? അത് വെക്കരുതെന്ന് പറയും. ഞാൻ കരം തീർത്ത് അനുഭവിക്കുന്ന സ്ഥലത്ത് അതെനിക്കെന്നാ എന്ന് അവർ പറയൂ. നിങ്ങൾ സങ്കല്പിച്ചോ, കരിയിൽ നോക്കേണ്ടി നമ്മളെ അതിനൊരൊറ്റ കയോട്ടിക് ആക്ഷൻ ആരും വിളിച്ചു പറഞ്ഞ് ചെയ്യിച്ചേക്കരുത്. ആ ചെടി അങ്ങനെ കൊണ്ട് വെച്ച് 7 ദിവസത്തിനകം രാത്രിയിൽ തണുപ്പുള്ളപ്പോൾ ആരും ജയിച്ചേക്കല്ലേ, അത് നിയമവിരുദ്ധം കൂടാ. പതുക്കെ 6 തുള്ളി കരസൻ ഓയിൽ അതിന്റെ ഇളം ഇലയിൽ ഒഴിച്ചാൽ ജീവിതത്തിൽ ഒരിക്കലും ഒന്നും മതിലിന്റെ മേളിൽ കയറി വരത്തില്ല, ആരും ജയിച്ചേക്കരുത്. അതിന്റെ പേരാണ് കയോസ്. ഇനി ആത്മീയത്തിലേക്ക് വരാൻ പോവാ. കയോസ് ഒരു സംസ്കൃതി, എ കൾച്ചർ, ഒരു കുടുംബം, ഒരു ബിസിനസ്, ഒരു സഭ, ഒരു രാജ്യം വളർന്ന് വികസിച്ച് അതിന്റെ ഉന്നത സ്റ്റേജിൽ വരുമ്പോൾ വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ കംപ്ലീറ്റ് താഴെ വരും. കയോസ് ഒരു സംസ്കൃതി, ഒരു ബിസിനസ്, ഒരു കുടുംബം, ഒരു സഭ, ഒരു രാജ്യം, ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്ത് വന്ന് ഏറ്റവും ഉന്നത സ്ഥാനത്ത് വരുമ്പോൾ ഷുഡ് ബി വെരി കെയർഫുൾ. അല്ലെങ്കിൽ എന്ത് പറ്റുന്ന അറിയാവോ, എല്ലാം കൂടെ താഴെ. ലോകത്തെ ഞെട്ടിപ്പിച്ച മോഹൻജദാരോ സംസ്കാരം, സിന്ധു നദീതട സംസ്കാരം എവിടെ? കംപ്ലീറ്റ് പോയി. അർത്ഥം കയോസ്. എത്യോപ്യ മുതൽ അന്നത്തെ ഇന്ത്യ, ഇന്നത്തെ പാകിസ്ഥാൻ വരെ പിടിച്ചെടുത്ത 23കാരൻ അലക്സാണ്ടർ ചക്രവർത്തി കയറി വന്നു. എവിടെ? ഒറ്റ രാത്രിയിൽ തീർന്നില്ലേ സാമ്രാജ്യം? അതിന്റെ പേര് കയോസ്. അതാണ് കയോസ്. നമുക്ക് ആത്മീയത്തിലേക്ക് വരാം. ക്രൈസ്തവ സഭ സ്വന്തമായിട്ട് ഒരു സ്റ്റൂള് പോലും ഇല്ലാതെയാണ് ആരംഭിച്ചത്. മൈക്കുമില്ല, ആംപ്ലിഫയറുമില്ല, ആരുമില്ല. വിശാല ഹൃദയനായ മർക്കോസ് എന്ന ദൈവദാസൻ ഡൊണേറ്റ് ചെയ്ത തന്റെ വീടിന്റെ അപ്സ്റ്റേഴ്സിൽ ആരംഭിച്ച സഭ ഇന്ന് വളർന്നു വികസിച്ചു. കയോസ് വന്ന് കേട്ടോണം. ഇന്ന് എന്തെല്ലാം ഉണ്ട്, ഇല്ലാത്തൊന്നുമില്ല. യൂണിവേഴ്സിറ്റി ഉണ്ട്, കോളേജുകളുണ്ട്, മെഡിക്കൽ കോളേജുകളുണ്ട്, ബിസിനസ് സ്ഥാപനങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. എന്തു പറ്റി? ശ്രദ്ധിക്കുന്നില്ല, താഴെ വരുന്നു. ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ടാൽ വഷളാകും കയോസ്. കയോസ് വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തീയ ജീവിതം പരാജയപ്പെടുത്താൻ, കയോസ് വരുത്താതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കാൻ വാചകമുണ്ട്. പക്ഷെ നമ്മളത് അതിന്റെ വാക്യം നോക്കത്തില്ല. എല്ലാവർക്കും കാണാതറിയാവുന്നൊരു വാക്യമാണ്. അത് ഞാൻ പറയുമ്പോൾ എൻ്റെ കൂടെ പറഞ്ഞോണം. പക്ഷെ എൻ്റെ വാക്യം നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. ഏതാണെന്ന് പോലും പറയണം. എല്ലാവർക്കും അറിയാം. സഹോദരന്മാരെ, ദൈവത്തിന്റെ മനസ്സിൽ ഓർപ്പിച്ച് അറിയാവുന്നത് പറഞ്ഞേ, ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് അല്ലല്ല സഗതി പോയില്ല, അത് തട്ടുബൈബിള് പോലെ അല്ല. നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള സംഗതികൊള്ള ഇത്രയും നമുക്കറിയാം. പക്ഷേ അതിന്റെ ബാക്കി നമ്മൾ ചെയ്യത്തില്ല, ചിന്തിക്കുന്നില്ല, അറിയത്തില്ല. അത് കയോസ് വരുത്താതിരിക്കാൻ എന്നാ ചെയ്യണമെന്ന് അടുത്ത വാക്യ. അത് നമ്മളങ്ങ് മറന്നുപോയി. ഞാനും മറക്കും, നിങ്ങളും മറക്കും. ഇത് നല്ല രസമാണ് വായിക്കാൻ. സഹോദരന്മാരെ, ദൈവത്തിന്റെ മനസ്സിൽ ഓർപ്പിച്ച് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി അത് കേൾക്കാൻ രസമാണ്. പക്ഷെ ബാക്കി പറഞ്ഞാലേ ബുദ്ധിമുട്ട. പണ്ടൊരു അച്ചായൻ കൊമളിന്ന് കപ്പൽ കാണാൻ കൊച്ചി പോയ പോലെ. വിക്ടോറിയ എന്ന് പറയുന്ന കപ്പല്, സഞ്ചാരക്കപ്പൽ കൊട്ടാരം, കടലിലെ കൊട്ടാരം കൊച്ചിയിൽ വന്നൊരു വാർത്ത വർഷങ്ങൾക്ക് മുമ്പ്. 2000 വരെ യാത്രക്കാർ. കൊച്ചിയിൽ 24 മണിക്കൂറുണ്ട്. പത്രവാർത്ത ഒന്ന് പബ്ലിക്കിന് തുറന്നു കൊടുക്കും. 100 രൂപ കൊടുത്താൽ കപ്പലെ കയറാം.
തീർന്നില്ല, ബ്രിട്ടീഷ് ബ്രേക്ക്ഫാസ്റ്റും കിട്ടും. 100 രൂപ കൊടുക്കാം, കപ്പലും കാണാം, സഞ്ചാരികളെയും കാണാം. ബ്രിട്ടീഷ് ബ്രേക്ക്ഫാസ്റ്റ്. കുമളിയിൽ നിന്ന് ഒരു അച്ചായൻ 8.5 മണിക്കൂർ യാത്ര ചെയ്ത് പോയി കൊച്ചിയിൽ. ചെന്നേച്ച് പുള്ളി തിരിച്ചു വന്നു. കുമളിക്കാർ നോക്കിയിരിക്കുക വിവരങ്ങളൊക്കെ കേൾക്കാൻ. പുള്ളി ഇങ്ങോട്ട് നാളെ ചുറ്റും കൂടി ഓ എന്ത് കാണുന്നത് കപ്പല, എങ്ങനെയൊക്കെ അച്ചായ? ഓ 100 രൂപ ആരാ മുടക്കാണ്ടിരിക്കുന്നത്? എടാ 3 ഇഡ്ഡലി ഒരു കാപ്പിക്ക് 8 രൂപയേ ഉള്ളൂ. ഞാൻ അത് മേടിച്ച് കഴിച്ച് അപ്പുറത്ത് പോറ്റി ഹോട്ടലിൽ നിന്ന്. പിന്നെ കാശ് കയ്യിൽ ഞാൻ ചുറ്റി നടന്ന് കപ്പൽ കണ്ടു. ഞാനേ പുറവിക്കൂടെ നടന്ന് കപ്പൽ കണ്ടച്ച് ഞാൻ പോന്നു. അച്ചായൻ കപ്പൽ കണ്ട തന്നതാ. കപ്പലിന്റെ ഡെക്കും കമ്മ്യൂണിക്കേഷനും വെച്ചിരിക്കുന്ന പോസ്റ്റും അതേ വലിച്ചിരിക്കുന്ന കേബിളും കണ്ട് അച്ചായൻ പോന്നു. 100 രൂപയും കയ്യിലിരുന്നു. ബ്രിട്ടീഷ് ബ്രേക്ക്ഫാസ്റ്റ് അല്ല, ഇഡ്ഡലിയും തിന്നിച്ചു. ഒരു വാക്യമുണ്ട്, 3-ാം വാക്യം, ഭാവിക്കേണ്ടതിന് മീതെ ഡു നോട്ട് തിങ്ക് ഓഫ് ഹിംസെൽഫ് മോർ ദാൻ ഹി ഓട്ട് ടു തിങ്ക്. യഥാർത്ഥ വാക്യം അതാ. ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ കാണാം, ഡു നോട്ട് തിങ്ക് ഓഫ് ഹിംസെൽഫ് മോർ ദാൻ വാട്ട് ഹി ഓട്ട് ടു തിങ്ക്. ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ചാൽ ക്രൈസ്തവ ജീവിതം പരാജയപ്പെടും. ഭാവിക്കാനുള്ളത് ഡു നോട്ട് തിങ്ക് ഓഫ് വാട്ട് എവർ യു ക്യാൻ തിങ്ക്, നോട്ട് മോർ ദാൻ വാട്ട് തിങ്ക്. ബിസിനസ്, ഞാൻ സുവിശേഷം നടത്തുന്ന പ്രാസംഗികനായ തോമസ് മാമൻ പലയിടത്തും സഞ്ചരിക്കുന്ന സത്യവാ. പല രാജ്യങ്ങളിലും പോകുന്നെങ്കിലും ഞാനൊരു സുവിശേഷ പ്രാസംഗികനാ. ഞാൻ ബിസിനസ് നടത്തുന്ന മാത്യുസങ്ങള് നടക്കുന്ന വാഹനത്തിലും അദ്ദേഹം ധരിക്കുന്ന സൂട്ടും ധരിക്കാൻ പോയാൽ കുറച്ച് കഴിയുമ്പോൾ കയോസ് എല്ലാം കൂടെ താഴെ. മനസ്സിലായോ? ആശയം മനസ്സിലാക്കിക്കോണം. ക്രൈസ്തവ ജീവിതം വിജയിപ്പിക്കേണ്ടത് എങ്ങനെയാണെന്നാ. ഞാൻ പ്രൊഫഷണലി കർത്താവിന്റെ വേല ചെയ്യേണ്ടവനാ. കാറിൽ സഞ്ചരിക്കണം, വസ്ത്രം ധരിക്കണം, അതൊക്കെ ചെയ്യണമെങ്കിലും ബിസിനസ് നടത്തുന്ന മാത്യുസങ്ങളുടെ സ്റ്റാൻഡേർഡ് അല്ല എന്റേത്. അദ്ദേഹത്തിന്റെ സൂട്ടിന്റെ പുറകെയും അദ്ദേഹത്തിന്റെ കാറിന്റെ പുറകെ ഞാൻ പോയാ അധികം പോകത്തില്ല. അത്യാവശ്യത്തിന് നാട്ടിൽ പോകണം, പണം കയ്യിലില്ല, കടം മേടിക്കാം, തെറ്റില്ല. മോഡവിവാഹം നടത്തണം, ഒരു കുഴപ്പമില്ല. അത്യാവശ്യം പണം തികഞ്ഞില്ല, നമ്മൾ മേടിക്കാം, അതിന് കടം മേടിക്കാം. പക്ഷെ പലിശയ്ക്ക് പണം കടം മേടിച്ച് സ്പെയിനിലെ കാളപ്പന്തായം കാണാൻ പോയാൽ അതിന്റെ അർത്ഥം ഹല്ലേലൂയ കയോസ്. പ്രൈസ് ദി ലോർഡ്. ഓരോ കാര്യത്തിലും അത് നോക്കിയാൽ കയോസ് നമ്മളെ വീടത്തിൽ. ഒരു സംസ്കൃതി, ഒരു സംസ്കാരം, ഒരു കുടുംബം ശ്രദ്ധിച്ചില്ലെങ്കിൽ, ഒപ്റ്റിമത്തിൽ വരുമ്പോൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ എല്ലാം കൂടെ തകരും. ശത്രുവാകുന്ന സാത്താൻ നമ്മളെ വീഴിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. കർത്താവ് തന്നിരിക്കുന്ന ഏത് ഒരു കാര്യം തന്നെയല്ല, എ ടു ഇസഡ്. ഞാനൊരു പ്രാസംഗികനാ, എന്നെ കർത്താവ് തന്നിരിക്കുന്ന വചനം പ്രസംഗിക്കാനാ. അതുകൊണ്ട് ഈ കുഞ്ഞുങ്ങൾ പാടുന്നെന്ന് പറഞ്ഞ്, ആ സ്വരത്തിൽ പാടണമെന്ന് പറഞ്ഞ് ഞാൻ ഇറങ്ങി നിന്ന് മൈക്ക് മേടിച്ച കഴുത കരയുന്ന പോലെ ഇരിക്കും. പ്രൈസ് ദി ലോർഡ്. ഓരോ ദൈവം നമ്പുരാൻ നമുക്ക് വിശ്വാസത്തിന്റെ അളവ് പങ്കിട്ട് തന്നിരിക്കുന്നത് പോലെ ഓരോ സ്റ്റാൻഡേർഡ് ഉണ്ട്, ഓരോ സ്റ്റാറ്റസ് ഉണ്ട്. അതിൽ അധ്വാനിച്ച് ഉയരുന്നത് നമ്മുടെ മിടുക്ക. ഉയരുന്നതിന് മുമ്പ് ഉയർന്നവനെ പോലെ ഞാൻ ഉയരാൻ പോയാൽ അതിന്റെ അർത്ഥം കയോസ്. നമുക്ക് തന്നിരിക്കുന്നിടത്ത് വിശ്വസ്തയോടെ നിന്ന് സ്വർഗം തരുന്നതിനെ അനുഭവിച്ചാൽ കയോസ് നമ്മളെ വീഴിക്കത്തില്ല. സന്തോഷമുള്ള ഒരു കരങ്ങളെ വെറുതെ സ്തുതിച്ച്. പ്രാക്ടിക്കൽ ലൈഫാണ് ഞാൻ പറയുന്നത്. ക്രിസ്തീയ ജീവിതം പ്രായോഗിക ജീവിതമാക്കണം. ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ചുയരരുത്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് എല്ലാവർക്കും കർത്താവേ ഓരോ പൊസിഷൻ തന്നിട്ടുണ്ട്. അത് തമ്പുരാൻ തീരുമാനിച്ചു. നോക്കിക്കേ, ഒരു വാക്യമുണ്ട്. ഒരുവൻ പരദേശത്ത് പോകുമ്പോൾ തന്റെ ദാസന്മാരെ വിളിച്ചു. നമ്മുടെ ഭാഷ പറഞ്ഞാൽ മനസ്സിലാകും. ഒരുത്തന് 10 അല്ലേ, കുഞ്ഞുകുട്ടിക്ക് 10, ചാക്കോപ്പിക്ക് 5, യോഹന്നാന് 2, ഐപ്പൂട്ടിക്ക് 1. ഇതിനിങ്ങനെ കൊടുത്തത് അവിടെ എഴുതിയിട്ടുണ്ട്. ഇങ്ങനെ കൊടുത്തത് അവനവന്റെ പ്രാപ്തി പോലെ. കർത്താവിനറിയാം ഐപ്പൂട്ടിക്ക് 1 തന്നെ അവന് കൈകാര്യം ചെയ്യാൻ ഒക്കത്തില്ല. അവൻ 1 തന്നെ ഞെരുക്കവാ. അവന് 10 കൊടുത്താലോ കർത്താവിനറിയാം ഇവനോട് ഞാൻ അതിന്റെ ശിക്ഷയും കൂടെ കൊടുക്കേണ്ടി വരും. ഇവന് നമ്മുടെ നാടൻ ഭാഷയിൽ ആംബിയർ 1 ഉള്ളൂ. നമ്മളെങ്ങനെ അറിയാവോ? നമ്മളല്ല, നമ്മൾ ചിലരെ നമ്മുടെ 1 നമുക്ക് കൈകാര്യം അറിയാൻ പറ്റും. എന്നിട്ട് നമ്മൾ പറയും ഐപ്പൂട്ടിക്ക് എനിക്ക് 1, അപ്പുറത്തെ ചാക്കോയ്ക്ക് 10. ഈ കർത്താവ് എന്നാ കർത്താവാ? അങ്ങനല്ല. കർത്താവ് തന്നിരിക്കുന്ന പൊസിഷൻ, കർത്താവ് തന്നിരിക്കുന്ന ജോലി, കർത്താവ് തന്നിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഉണ്ടല്ലോ, അവനവന്റെ പ്രാപ്തി പോലെ തന്നിട്ടുണ്ട്. നമ്മൾ ആ പ്രാപ്തി ഒന്ന് തെളിയിച്ചാൽ മതി.
we should prove our efficiency and sincerity, what we can do for the sake of the kingdom of heaven, what we can do for the best life of our family, what we can do for the best future of our church. നമ്മുടെ സഭയ്ക്ക് വേണ്ടി, നമ്മുടെ കുടുംബത്തിന് വേണ്ടി, ദൈവരാജ്യത്തിന് വേണ്ടി എന്നാൽ എന്ത് ചെയ്യാൻ സാധിക്കുമോ അത് ഞാൻ ചെയ്യാം. അല്ലെങ്കിൽ കയോസ് വന്ന് നമ്മളെ പിടിക്കും. കയോസ് അപ്പുറത്തെ അച്ചായൻ 4 നില കെട്ടിടം വെച്ചെന്ന് പറഞ്ഞ് ഞാൻ അതിന്റെ പുറകെ പോകേണ്ട കാര്യമുണ്ടോ? നിങ്ങൾക്ക് ഗൾഫിൽ ജോലിയാ, അമേരിക്കക്കാരനാന്ന് പറഞ്ഞ് 3 നില കെട്ടിടം വെച്ചില്ലെന്നും ആരും അമേരിക്കക്കാരാകാതിരിക്കത്തില്ല. അതാ നമുക്ക് മലയാളിക്കുള്ള സ്വത്തുണ്ട്, അതിന്റെ പേരാ പൊങ്ങച്ചം. നിങ്ങൾക്കാർക്കും അല്ല, പൊതുവെ മലയാളികൾക്കുള്ളത് പൊങ്ങച്ചം അല്ലേ? ദൈവമക്കളെ, നമ്മളതെല്ലാം വിട്ടുകളയണം. നമ്മുടെ പൊങ്ങച്ച സ്വർഗത്തിലാ. പ്രൈസ് ദി ലോർഡ്. അപ്പുറത്തെ കൂടെ ജോലി ചെയ്യുന്നവൻ ഹല്ലേലൂയ പുതിയൊരു പ്രാഡോ മേടിച്ചെന്ന് പറഞ്ഞ് ഞാൻ അതിന്റെ പുറകെ പോകേണ്ട കാര്യമില്ല. എന്റെ കാര്യം എനിക്കറിയാം, എന്റെ കാര്യങ്ങളെല്ലാം നോക്കണം. അതുകൊണ്ട് അവന്റെ പ്രാഡോ ഇനി അങ്ങോട്ട് അസൂയപ്പെടുകയും ചെയ്യരുത്. അതാ സ്പിരിച്വൽ ബ്ലഡ് ഷുഗർ എന്നൊക്കെ പറയുന്നത്. ആത്മീയത്തിലും ഉണ്ട് ബ്ലഡ് ഷുഗർ. ഭൗതികത്തിലെ ബ്ലഡ് ഷുഗർ ഇഞ്ചക്ഷൻ കൊടുത്താൽ, ഇത് ഇഞ്ചക്ഷൻ കൊടുത്താൽ ഏക്കുകയില്ല. അസൂയയില്ലാത്തൊരു ജീവിതമായിരിക്കണം ക്രിസ്തീയ ജീവിതം വിജയകരമാക്കാൻ. കൂട്ടു സഹോദരനും കൂട്ടു ദൈവദാസന്മാരും അനുഗ്രഹിക്കപ്പെടുമ്പോൾ അഭിമാനിക്കണം, അസൂയപ്പെടരുത്. അങ്ങനെയാണ് കയോസ് അടിക്കത്തില്ല. എൻ്റെ ഇന്ന സഹോദരൻ, എൻ്റെ സഹോദരി അനുഗ്രഹിക്കപ്പെട്ടല്ലോ, സ്തോത്രം കർത്താവേ എന്നൊന്ന് പറഞ്ഞു നോക്കിക്കേ. അപ്പോൾ നമ്മുടെ ഉള്ളിൽ ഏതാത്മാവാ? പരിശുദ്ധാത്മാവ്. അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ വല്ല ആത്മാവ്. ആത്മാവ് രണ്ടാ, ഒന്ന് പരിശുദ്ധാത്മാവ്. പ്രൈസ് ദി ലോർഡ്. ആണ്ട സഹോദരിക്ക് ഒരു ജോലി കിട്ടി, എൻ്റെ കൊച്ചിനെ കളിച്ചിവിടെ നല്ലൊരു ജോലി കിട്ടി. അത് പറയാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് കേട്ടോ, ഒന്ന് പഠിച്ചു നോക്കണം. പ്രൈസ് ദി ലോർഡ്. കർത്താവേ നിനക്ക് സ്തോത്രം, ഞാൻ അഭിനന്ദിക്കുന്നു, അഭിമാനിക്കുന്നു എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ്. അന്നേരം വേറെ വകുപ്പ് പറഞ്ഞാൽ അത് വല്ല ആത്മാവ്. സ്തോത്രം. മുന്നോട്ട് വരാൻ സമയം പോകുന്നല്ലോ. പ്രൈസ് ദി ലോർഡ്. ഒന്നാമത്തെ കാര്യം കയോസ്. ക്രിസ്ത്യ ജീവിതം വിജയിപ്പിക്കാൻ ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ചു വീരാതെ എല്ലാം കറക്റ്റ് ആയിരിക്കും. നമ്മൾക്കുള്ള ദൈവമക്കളെ നമ്മളെല്ലാം ഏതാണ്ട് വി ഓൾ ആർ ഫ്രം സെയിം ബാക്ക്ഗ്രൗണ്ട്. നമുക്കെല്ലാം ഒരു കപ്പാസിറ്റി ഉണ്ട്, നമുക്കെല്ലാം ആവശ്യങ്ങളുണ്ട്. അതെല്ലാം നമ്മൾ ആത്മാവിന്റെ ലെവലിലെ നിർത്താവുള്ളൂ. 2, ആത്മാവിനെ അനുസരിച്ച് നടപ്പി. വായിച്ചാട്ടെ, ഗലാത്യർ 5:16 വായിച്ച്. ക്രിസ്ത്യ ജീവിതം വിജയിപ്പിക്കേണ്ട രണ്ടാമത്തെ മാർഗം ആത്മാവിനെ അനുസരിച്ച് നടപ്പീൻ. ആത്മാവിനെ അനുസരിച്ച് നടപ്പീൻ, എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ മോഹം നിവർത്തിക്കയില്ല. ആത്മാവിനെ അനുസരിച്ച് നടപ്പീൻ. ഏതാണ്? നമ്മുടെ മനസ്സിനൊരു ചിന്തയുണ്ട്, പരിശുദ്ധാത്മാവിന് വേറൊരു ചിന്ത. ആത്മാവിന്റെ ചിന്ത ഇന്നതെന്ന് നമ്മളുടെ മനസ്സിനും ചിന്തയുണ്ട്. നമ്മളുടെ ശരീരം 3 ഘടകങ്ങളാണ്, അറിയാമല്ലോ. ഓരോ ഘടകത്തിനും 3 പാർട്ടാ. ദേഹം, ദേഹി, ദേഹം 3 പാർട്ട്. മാംസം അല്ലെങ്കിൽ ഫ്ലഷ്, ബോൺ, ബ്ലഡ്. അതാണ് ദേഹം. 5 ലിറ്റർ രക്തം, 207 അസ്ഥി, കുറച്ച് മസിലും എല്ലാം കൊണ്ടുള്ള മാംസം, ശരീരം. 3 ഭാഗം. മനസ്സിന് 3 ഭാഗം. അടുത്തത് മനസ്സ് 3 ഭാഗം. ഇച്ഛ, വികാരം, മനസാക്ഷി. ഇച്ഛ, വികാരം. ഇന്ന് യോഗമുണ്ട്, അത് ഇച്ഛയാ. വികാരം നേരത്തെ പോകണം, മനസാക്ഷി ശ്രദ്ധിക്കണം, അവിടെ നിന്ന് ഉറങ്ങരുത്. ഇത് ദേഹി. ആത്മാവ് ജീവന, ലൈഫ്, ആത്മാവ്. അടുത്തത് ജ്ഞാനം, അന്തർജ്ഞാനം. അന്തരംഗത്തിലെ ജ്ഞാനമല്ലോ നീ ഗ്രഹിപ്പിക്കും. ഇതിങ്ങനെ ഇരിക്കുമ്പോൾ ചിന്ത വരുന്ന കേട്ടോണം. എന്റെയും നിങ്ങളുടെയും തലയിൽ 3 കോടി ന്യൂറോൺ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നത്. 3 കോടി. ഓരോ ന്യൂറോണിന്റെ അറ്റത്തെ തള്ളി നിൽക്കുന്ന തുമ്പിക്കൈ പോലത്തെ സാധനം ഡെൻഡ്രോൺ. അതിന്റെ അറ്റത്ത് 4 പോലൊരു അച്ചായൻ, അതിന്റെ പേര് ഡെൻഡ്രൈറ്റ്. അതിൽ കൂടി ഞാനും നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ പ്രത്യേക വിധത്തിലുള്ള വൈദ്യുതി സ്പന്ദനം ഇങ്ങനെ കേറി ഇറങ്ങുന്നു നിരന്തരം. ഡെൻഡ്രോൺ അഥവാ ഡെൻഡ്രൈറ്റ് എന്ന 4 പോലുള്ള സ്ഥലത്തിൽ കൂടി വൈദ്യുതി സ്പന്ദനം കയറി ഇറങ്ങുമ്പോൾ തലച്ചോറിൽ 4 ആവേഗങ്ങൾ, 4 സ്പന്ദനം. ബീറ്റ, അൽഫ, തീറ്റ, ഡെൽറ്റ.
ബീറ്റ ഒരു സെക്കൻഡിൽ 13.25. നമ്മൾ ജോലി ചെയ്യുമ്പോൾ, ഡ്രൈവ് ചെയ്യുമ്പോൾ, കുക്ക് ചെയ്യുമ്പോൾ, പ്രവർത്തിക്കുമ്പോൾ ബീറ്റ. അൽഫ ശാന്തമായിട്ടിരിക്കുമ്പോൾ, ധ്യാനിക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ, ചിന്തിക്കുമ്പോൾ പ്രൈസ് ദി ലോർഡ് 8.25 per second. തീറ്റ മനസ്സിലിങ്ങനെ ദിവാസ്വപ്നം കാണുമ്പോൾ ഒരു സെക്കൻഡിൽ 4.8 സ്പീഡ്. ഡെൽറ്റ ഉറങ്ങാൻ പോകുമ്പോൾ, ഉറക്കം തൂങ്ങുമ്പോൾ, സഭായോഗത്തിൽ സങ്കീർത്തനം വായിക്കുമ്പോൾ ചിലർക്ക് അതിന്റെ പേരാണ് ഡെൽറ്റ, ഒരു സെക്കൻഡിൽ 4.5. ഇതിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചിന്തകൾ രൂപം കൊള്ളും. ആ ചിന്തകൾ രൂപം കൊള്ളുമ്പോൾ ഇൻഫോറ-ടെമ്പറൽ പരിയറ്റൽ കോർട്ടക്സ് ബ്രോക്ക എന്ന് പറയുന്ന പ്രത്യേക ന്യൂറോൺ ഇതിനെ ഇങ്ങനെ കൺട്രോൾ ചെയ്യും. അപ്പോൾ ആത്മാവിനെ അനുസരിക്കണം. പരിശുദ്ധാത്മാവിനെ അനുസരിച്ചാൽ ജീവിതം നമ്മൾ വിജയിപ്പിക്കും. ഗലാത്യർ എന്താണ്? ഒന്ന്, ഇൻസ്ട്രക്ഷൻ ഓർ ഗൈഡൻസ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ആത്മാവിന്റെ നിർദ്ദേശം അനുസരിക്കണം. ശ്രദ്ധിച്ചോണേ, എങ്ങനെയാ നിർദ്ദേശം? സ്തെഫാനോസിനെ കൊന്നു, യെരൂശലേമിലെ സഭയ്ക്ക് ഉപദ്രവം. അപ്പോസ്തലപ്രവൃത്തി 8-ാം അധ്യായമാണ്. അപ്പോസ്തലന്മാരുള്ളവരെ ഒഴികെ ബാക്കി എല്ലാവരും ചെതറിച്ച, കർത്താവ് ചെതറിച്ചതാ. ഇതെല്ലാം കൂടെ ഒന്നിച്ചു കൂടി കൂടിപ്പാടി ഇരിക്കുക, സുവിശേഷം വ്യാപരിക്കുന്നില്ല. അതിനാ പണിയിപ്പിച്ചത്. പ്രൈസ് ദി ലോർഡ്. ഇതെല്ലാം ഒരു വീട്ടിലെത്തും കൂടെ അവിടെ നിന്ന് തള്ളി പൊട്ടിച്ചിട്ട് അമ്മ അടിച്ച് വേറെ മേടിച്ച് അടിച്ചോണ്ടിരിക്കുക. ഇന്നത്തെ ഭാഷ പറഞ്ഞതേ ഉള്ളൂ. കർത്താവിന് അത്യാവശ്യം ഇത് സത്യം വേറെ അറിയാത്ത ജാതികൾ നടക്കുന്നു. അതിന് കർത്താവ് ചെറിയ നൊടുക്കുപണി, ഒരു സമ്മതി പൊട്ടിച്ചു കൊടുത്തു, എല്ലാം ചെതറി. ആ കൂട്ടത്തിൽ ഫിലിപ്പോസ് സമരിയെ പോയി. ഏത് അപ്പോസ്തലൻ ഫിലിപ്പോസ് അല്ല, അങ്ങനെ ധരിക്കരുതേ. മേശമേൽ ശുശ്രൂഷിപ്പാൻ കർത്താവ് നിയോഗിച്ചതിൽ ഒരാളാണ് അദ്ദേഹം. സമരിയെ ചെന്നു. ഭയം നോക്കിക്കണം, ആത്മാവിന്റെ നിർദ്ദേശമാണ് ഞാൻ ഈ പറയുന്നത്. സമരിയെ ചെന്നു. വളരെയധികം വിജാതികൾ കർത്താവിനെ കണ്ടുമുട്ടി. ഫിലിപ്പോസിനോട് ഭയങ്കര പേരായി. അപ്പോസ്തലന്മാർ വരെ, ഇത് മധ്യ പലസ്തീനാണ് സമരിയ, അവർ യെരൂശലേമിൽ നിന്ന് അവിടെ ചെന്നു. ഇത് കണ്ട് ഈ കാഴ്ച അവരെ കൊണ്ട് പറ്റിയില്ല. അപ്പോസ്തലന്മാരെ കൊണ്ട് സാധിക്കാഞ്ഞത് മേശമേൽ ശുശ്രൂഷിപ്പാൻ വിളിച്ച പുള്ളിയെ കൊണ്ട് തമ്പുരാൻ ജയിച്ചു. സഹോദരന്മാരെ, സഹോദരിമാരെ, ഞങ്ങളെ കൊണ്ട് പറ്റാത്തത് ചെറിയവരെ കൊണ്ട് ജയിക്കാം. നമ്മളെ കൊണ്ട് പറ്റാത്തത് വെറും പാവപ്പെട്ടവരും തോന്നിയവരെ കൊണ്ട് എന്റെ കർത്താവ് ചെയ്യിക്കും. അവൻ ആരെയും കയ്യിലെടുക്കും. അവൻ കയ്യിലെടുത്താൽ പിന്നെ എടുത്തവന്റെ പൊക്കമല്ല, അവൻ വ്യക്തിയുടെ പൊക്കമല്ല, എടുത്തവന്റെ പൊക്കമാണ്. അപ്പോസ്തലന്മാരെ കൊണ്ട് പോലും സാധിച്ചില്ല. ഫിലിപ്പോസ് അങ്ങോട്ട് കൈസരി അവിടെ ചെന്ന് സമരിയെ ചെന്നു. വിജാതികൾ ദൈവത്തിങ്കിലേക്ക് വന്നു. ഫിലിപ്പോസിന് എന്നാ റിസപ്ഷനാ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇന്ന് ഫിലിപ്പോസ് ദുബൈയിലായിരുന്നെങ്കിലോ, അയ്യോ നിലത്ത് നിർത്തുവോ അല്ലേ? ജോർജ് മാസ്റ്റർ വിളിക്കുന്നു, അലക്സ് ബ്രദർ വിളിക്കുന്നു, മാത്യുക്കുട്ടി വിളിക്കുന്നു, ചാക്കോച്ചൻ പ്രാർത്ഥിക്കാൻ വിളിക്കുന്നു. നിലത്തൊടാൻ നേരമില്ല പുള്ളിക്ക്. അങ്ങനെ ഓടി നടക്കുമ്പോ ആത്മാവ് പറയാ, നീ ഇവിടുന്ന് വിട്ട് പോടാ മരുഭൂമി. 8:26 ഒന്ന് വായിച്ചു. അപ്പോസ്തല പ്രവൃത്തി 8:26. അനന്തരം കർത്താവിന്റെ ദൂതൻ ഫിലിപ്പോസിനോട്, നീ എഴുന്നേറ്റ് തെക്കോട്ട് യെരൂശലേമിൽ നിന്ന് ഗസയ്ക്കുള്ള നിർജ്ജനമായ വഴിയിലേക്ക് പോകാ എന്ന്. അത് എത്ര വ്യക്തിയാണ്. യു ഗോ ദ വിൽഡർനെസ്. നീ ഇവിടെ അങ്ങ് വിടെ. നീ ഇവിടെ വിട്ടിട്ട് ഗസയ്ക്കുള്ള നിർജ്ജനമായ ദേശത്ത് പോകും. ഫിലിപ്പോസിന്റെ ചോദിക്കും, എന്റെ അതാണ് ആത്മാവിനെ അനുസരിച്ച് നടപ്പീൻ. എന്റെ കർത്താവെ, ഞാൻ ഈ അപ്പോസ്തലന്മാരെ കൊണ്ട് പോലും പറ്റിയ പണിയല്ല ചെയ്യാൻ സാധിക്കാതെ ഞാൻ ചെയ്തില്ലേ? ഇത്രയും വിജാതിരെ ഞാൻ നേടിയില്ലേ? കർത്താവെ, നട്ടുതേ പഴം പറിക്കാൻ നേരത്തെ പറയുക വേറെ തോട്ടത്തിൽ പോകാൻ, ഇത് ന്യായമാണോ? ന്യായമായിട്ട് നമുക്ക് തോന്നരുതോ? കർത്താവിന് അതിനേക്കാൾ അപ്പുറത്തൊരു പ്രോജക്റ്റ് ഉണ്ട്. അതിനാ കർത്താവ് പറഞ്ഞ പോകാൻ. ഒരു മറുപടിയും പറഞ്ഞില്ല. ഭാര്യയ്ക്ക് സുഖമില്ല, കുഴമ്പിട്ട് തിരുമണം, ഞാൻ 4-ാം പക്കം പോകാമെന്നൊന്നും പുള്ളി പറഞ്ഞില്ല. അന്നേരം തലം വിട്ടു. പ്രൈസ് ദി ലോർഡ്. അന്നേരെ പോയില്ലേ? എന്നിട്ട് നോക്കിക്കേ, നിർദ്ദല ഐസൊലേറ്റഡ് പ്ലേസ്, മരുഭൂമി. നിങ്ങൾക്ക് മരുഭൂമി അറിയാമല്ലോ, നല്ലപോലെ അറിയാമല്ലോ എന്നേക്കാൾ. മരുഭൂമി കൂടെ പുള്ളി നടക്കുക. അവിടെ എങ്ങും ആരുമില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ അടിച്ചു വിറ്റൊരു രഥം വരുന്നു. ആത്മാവിനെ നടത്തിപ്പ് കണ്ടോ? ഒരു രഥം വരുമ്പോ പിന്നെ അടുത്ത ഇൻസ്ട്രക്ഷൻ ചേർന്ന് നടക്കാൻ. ആഫ്രിക്കക്കാരൻ ഓടിക്കുന്ന രഥം. അതെങ്ങനെയാ? ഉറുമ്പഴയുന്ന പോലെയാണ്, വെച്ച് കത്തിക്കല്ലേ.
ഇവന് ആത്മാവിന് നിർദ്ദേശം കണ്ടോ, അങ്ങോട്ട് പോകാൻ പറഞ്ഞു, പോയി. എന്തു പറ്റി? അപ്പൊ ഇവൻ ആരാ? ഇവൻ ദൈവത്തിന്റെ കൃപയുള്ളവനാ. അകത്തിരുന്ന് ഒരുത്തം വായിക്കുന്നത് എന്നതാ? സിനിമാ മാസികയല്ല, യെശയ്യാപ്രവചനം. കറക്റ്റ് കണ്ടോ? ആത്മാവിനെ നടത്തി ചോദിച്ചപ്പോ എനിക്കറിയാൻ പറ്റില്ല, അറക്കാൻ പോകുന്ന ആടിനെ പോലെ കൊണ്ടുപോയി രോമം കത്തിരിക്കുന്നു. അർത്ഥം വല്ലതും പിടികിട്ടിയില്ല, കേറിയിരി. സംഭവം എന്നതാ? 2000 വർഷം മുമ്പുള്ള ഒരു എക്കണോമിസ്റ്റിനെ സ്നാനപ്പെടുത്തി ആത്മാവിന്റെ നടത്തിപ്പിൽ നമ്മൾ ആത്മാവ് പറഞ്ഞ ചെയ്യണം. ഗൈഡൻസ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. കയോസ് വരാതിരിക്കണമെങ്കിൽ ആത്മാവിനെ അനുസരിച്ച് നടക്കണം. മനസ്സിനകത്തെ ചിന്തകൾ വരും നമ്മളുടേതായിട്ടുള്ളത്. എന്നാൽ നിങ്ങളും ഞാനും ദൈവകൃപയിലാണെങ്കിൽ ആത്മാവിന്റെ നിർദ്ദേശം നമ്മൾ അനുസരിക്കണം. 2, ആത്മാവ് നമ്മളെ ഉത്തേജിപ്പിക്കും. അത് പറഞ്ഞ് ശ്രദ്ധിക്കണം. അല്ലാതെ കയറി ചാടി അടിക്കരുത്. പ്രവാചകൻ പറഞ്ഞെന്ന് പറഞ്ഞ് ജോലി രാജിവെച്ച തമ്പുരാൻ ഉത്തരവാദിത്വമില്ല. അങ്ങനെ അബദ്ധം പറ്റിവിടില്ലേ? പ്രവാചകൻ മനുഷ്യനാ. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി എല്ലാ പ്രവാചകന്മാരും യെശയ്യാവ് യിരെമ്യാവ് ഒന്നും അല്ല കേട്ടോ. ഞാൻ പ്രവചനത്തെ തുച്ഛീകരിക്കല്ല. പ്രവചനം തുച്ഛീകരിക്കരുത്. സകലതും ശോധന ചെയ്ത് നല്ലത് മുറുകെ പിടിച്ചോണം. പ്രവാചകൻ പറഞ്ഞെന്ന് പറഞ്ഞ് ജോലി രാജിവെക്കരുത്. പ്രവാചകൻ പറഞ്ഞ് കല്യാണം കഴിക്കരുത്. പ്രവാചകൻ പറഞ്ഞ് വീസ ഇല്ലാതെ ഇവിടെ ഒളിച്ചു നിൽക്കരുത്. പക്ഷെ ആത്മാവ് ധ്യേനിപ്പിച്ച നടത്തണം. ശിംശോൻ ജനിക്കും മുൻപേ മറുപടി പറഞ്ഞ മാതാപിതാക്കളോട് എല്ലാ കാര്യവും ചെയ്തോണം. ഇവൻ ഗർഭത്തിൽ വെച്ച് തന്നെ ഇവനെ ഞാൻ നിറയ്ക്കും. ഇസ്രായേലിന്റെ ശത്രുക്കളാകുന്ന ഫെലിസ്ത്യരെ തകർക്കാൻ ആരുമില്ലാത്തതിനാൽ ഞാൻ കണ്ട ഒരുവനാണ് ഇവൻ. ആത്മാവിന്റെ ഉത്തേജനം, ഇൻസ്പിറേഷൻ ഓഫ് ദ ഹോളി സ്പിരിറ്റ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. ഇവൻ ജനിച്ചു, അപ്പനും അമ്മയും അങ്ങനെ തന്നെ വളർത്തി. അതുകൊണ്ടൊന്നും അവൻ ചാടിയില്ല. ന്യായാധിപന്മാരുടെ പുസ്തകം 13-ാം അധ്യായം 25-ാം വാക്യം ഒന്ന് വായിച്ചേ. ന്യായാധിപന്മാരുടെ പുസ്തകം 13-ാം അധ്യായം 25-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. സോരയ്ക്കും എസ്തായോലിനും മധ്യേയുള്ള മഹനേദാനിൽ വെച്ച് യഹോവയുടെ ആത്മാവ് അവനെ ഉദ്യമിപ്പിച്ചു. മഹനേദാൻ വരെ വന്നു കഴിഞ്ഞപ്പോ പിന്നെ നിൽക്കാൻ മേല. അവന്റെ രക്തം തിളയ്ക്കാൻ തുടങ്ങി. പരിശുദ്ധാത്മാവ് ഉത്തേജിപ്പിച്ചു. ഇനി നീ നിൽക്കണ്ട, ഇനി നിന്റെ വർക്ക് നിനക്ക് തുടരാം. ദൈവമക്കളെ, നിങ്ങളുടെ ക്രിസ്തീയ ജീവിതത്തിൽ ഭൗതികമായിട്ടുള്ള കാര്യമായാലും ആത്മീയമായിട്ടുള്ള കാര്യമായാലും പ്രവചനം തുച്ഛീകരിക്കരുത്. എന്നാൽ പ്രവചനത്തിൽ അടിസ്ഥാനപ്പെടാതെ ആത്മാവ് നിങ്ങളോട് പേഴ്സണലായിട്ട് ഇടപെടും. ഹോളി സ്പിരിറ്റ് വിൽ ഡീൽ യു പേഴ്സണലി ആൻഡ് സീക്രട്ട്ലി. പരിശുദ്ധാത്മാവ് നിങ്ങളോട് വ്യക്തമായിട്ട് പറയും. ജോലി രാജിവെക്കാൻ പറഞ്ഞ ജോലി രാജിവെച്ചു, ഒരു കുഴപ്പമില്ല. അല്ലാതെ ആരെങ്കിലും പറഞ്ഞ് പോയാൽ ഒരു ഉത്തരവാദിത്വം സ്വർഗത്തിലില്ല. ആത്മാവിനെ അനുസരിച്ച് നടക്കുമ്പോൾ 1 ആത്മാവിന്റെ നിർദ്ദേശനം, 2 ആത്മാവിന്റെ ഇൻസ്പിറേഷൻ. നമ്മളെ ഇരുത്തത്തില്ല. കുഞ്ഞുങ്ങളെ കണ്ടില്ലേ? കുഞ്ഞുങ്ങൾക്ക് പഠിക്കാനുള്ള മടിയാണ്. എന്താ എഴുന്നേരടി എന്ന് പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും? അവരെ ഉണർത്തും. ഇതുപോലെ പരിശുദ്ധാത്മാവ് നമ്മളെ ഉണർത്തും. അത് ദൈവകൃപയിലുള്ള എല്ലാവരുടെയും കാര്യമല്ല. രക്ഷയുടെ അനുഭവമുള്ള ക്രിസ്തുവിന്റെ പത്രങ്ങളായ ക്രിസ്തുവിന്റെ കാന്തയായ സഭയ്ക്ക് മാത്രമുള്ള യോഗ്യതയാണ് ഞാൻ പറയുന്നത്. നിങ്ങളുടെ ജോലി കട്ടിയുള്ളതായാലും കട്ടിയില്ലാത്തതായാലും സ്വർഗത്തിനൊരു പ്രോജക്റ്റ് ഉണ്ടെങ്കിൽ ആ പ്രോജക്റ്റിന്റെ ടൈം വരുമ്പോൾ കർത്താവ് നിങ്ങളെ ഇൻസ്പിറേറ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ മനസ്സിലാക്കിക്കോണം, ഇത് കർത്താവാണ്. അല്ലാതെ കയറി ചാടി വീഴരുത്. 3 1 ആത്മാവിന്റെ നിർദ്ദേശം, 2 ആത്മാവിന്റെ ഇൻസ്പിറേഷൻ പ്രേരണ, 3 ആത്മാവിന്റെ ദർശനം. 4 കാര്യമാണ് ആ കാര്യത്തിൽ ആത്മാവിനെ അനുസരിക്കുന്നത്. ആത്മാവിന്റെ ദർശനം, വിഷൻ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. വായിക്കാം അപ്പോസ്തല പ്രവൃത്തി 16:6. 16:6. അവർ ആസിയയിൽ വചനം പ്രസംഗിക്കരുതെന്ന് ഏഷ്യയിൽ ഇത്രയെല്ലാം പറഞ്ഞ് പ്രസംഗിച്ചു കഴിഞ്ഞവരെ പറഞ്ഞു, യു സ്റ്റോപ്പ്. പൗലോസ് പറയാ, യു സ്റ്റോപ്പ് പ്രീച്ചിങ് ഇൻ ഏഷ്യ. ഇനി എനിക്ക് നിന്നെ വേണ്ടത് ഏഷ്യയിലല്ല. ഐ വാണ്ട് യു ഷുഡ് ബി അറ്റ് യൂറോപ്പ്. നിന്നെ എനിക്ക് ഇനി യൂറോപ്പിൽ വേണം. അടുത്തത് കേട്ടു, അടുത്ത വാക്യം. ആസിയയിൽ വചനം പ്രസംഗിക്കരുതെന്ന് പരിശുദ്ധാത്മാവ് വിലക്കുകയാൽ ഫ്രുഗ്യയിലും ഗലാത്യ ദേശത്തിലും കൂടി സഞ്ചരിച്ചു. ആത്മാവിന്റെ ദർശനം നമ്മുടെ വിഷയം. അടുത്തത് കേട്ടു. മുസ്യയിലെത്തി ബിഥുന്യയ്ക്ക് പോകുവാൻ ശ്രമിച്ചു. അടുത്തത്, യേശുവിന്റെ ആത്മാവോ അവരെ സമ്മതിച്ചില്ല. അടുത്ത വാക്യം. അവർ മുസ്യ കടന്ന് ത്രോവാസിലെത്തി. അവിടെ വെച്ച് പൗലോസ് രാത്രിയിൽ ആത്മാവിന്റെ ദർശനം മക്കെദോന്യക്കാരായ പുരുഷൻ അരികെ നിന്ന് മക്കെദോന്യക്കാരനായ
ആയ ഒരു പുരുഷൻ തെളിച്ചു വായിക്കണം അതിനാ അരികെ നിന്ന് ഒന്നുകൂടെ വായിച്ച പ്രധാനം ഇത് തട്ടു ബൈബിൾ അല്ലല്ലോ പിന്നെ കുഴപ്പം വായിക്കാൻ അവിടെ വെച്ച് പൗലോസ് രാത്രിയിൽ മക്കദോന്യക്കാരനായ ഒരു പുരുഷൻ വാക്യം പറയാനാ മാസിഡോണിയക്കാരൻ, അതായത് പഴയ യൂറോപ്പിന്റെ തലസ്ഥാന ഫിലിപ്പിയ, അലക്സാണ്ടർ ചക്രവർത്തിയുടെ ജന്മനാട് ഗ്രീക്ക്. ഇത് ഏഷ്യയിലായി സംഭവം. മാസിഡോണിയക്കാരനായ ഒരു പുരുഷൻ അരികെ നിന്ന് നീ മക്കദോന്യക്ക് കടന്നു വന്ന് ഞങ്ങളെ സഹായിക്ക എന്ന് തന്നോട് അപേക്ഷിക്കുന്നതായി ദർശനം കണ്ടു. മാസിഡോണിയക്കാരനായ ഒരു പുരുഷൻ, ആത്മാവിന്റെ ദർശനം പറയുക. മാസിഡോണിയക്കാരനായ ഒരു പുരുഷൻ പറഞ്ഞു വരികയാണ്, നീ ഞങ്ങളെ സഹായിക്കേ. ദാറ്റ് മീൻസ് we want you for our spiritual inspiration in Macedonia. ഞങ്ങളെ സഹായിക്കേ. വാതിൽ തുറന്നു. നോക്കിക്കോണം ആത്മാവിന്റെ ദർശനം. ഇതിനിടെ കയോസ് വരും, അത് തെറിപ്പിക്കണം. അത് പറയാനാ. ഇതിനിടയിൽ ഒരു കയോസ് കയറി വരും. വായിച്ചു, അടുത്ത വാക്യം വായിച്ചു. അപേക്ഷിക്കുന്ന ഒരു ദർശനം കണ്ടു. അടുത്തത്, ഈ ദർശനം കണ്ടിട്ട് അവരോട് സുവിശേഷം അറിയിപ്പാൻ ദൈവം ഞങ്ങളെ വിളിച്ചിരിക്കുന്നു എന്ന് നിശ്ചയിച്ചു. ഞങ്ങൾക്ക് മനസ്സിലായി യൂറോപ്പിൽ സുവിശേഷം പറയാം. ഇവർ ഏഷ്യയില. യൂറോപ്പ് ഈസ് ഓപ്പൺ ഫോർ us. യൂറോപ്പിൽ ഞങ്ങൾക്ക് സുവിശേഷം പോകുക. ആത്മാവിന്റെ ദർശനം. അടുത്ത വാക്യം, ഞങ്ങൾ ഉടനെ മക്കദോന്യക്ക് പുറപ്പെടുവാൻ ഞങ്ങൾ മാസിഡോണിയക്ക് പുറപ്പെട്ടു. അടുത്തത് കേട്ടോ, അങ്ങനെ ഞങ്ങൾ ത്രോവാസിൽ നിന്ന് കപ്പൽ നീക്കി നേരെ സമോത്രക്കയിലേക്കും പിറ്റേന്നാൾ നവപൊലിക്കും അവിടെ നിന്ന് ഫിലിപ്പിയിലേക്കും ചെന്നു. മാസിഡോണിയയിലെത്തി. ഫിലിപ്പിയ എന്ന് പറയുന്ന ഈ മാസിഡോണിയ അലക്സാണ്ടറുടെ സഹോദരിയുടെ ഭർത്താവായ ക്യാപ്റ്റൻ കസാണ്ടർ ഭരിച്ച സ്ഥലം. ഒറിജിനൽ മാസിഡോണിയ. അടുത്ത വാക്യം, ഇത് മക്കദോന്യയുടെ ആ ഭാഗത്തെ ഒരു പ്രധാന പട്ടണവും റോമാക്കാർ കുടിയേറി പാർത്തതുമാകുന്നു. അടുത്തത് കേട്ടോ, കയോസ് വരാൻ പോകും. അടുത്തത് കേട്ടോ, അടുത്ത വാക്യം, ആ പട്ടണത്തിൽ ഞങ്ങൾ ചില ദിവസം പാർത്തു. ശബത്ത് നാളിൽ ഞങ്ങൾ ഗോപുരത്ത് നിന്ന് പുറത്തേക്ക് പോയി അവിടെ പ്രാർത്ഥനാ സ്ഥലം ഉണ്ടായിരിക്കുമെന്ന് ഞങ്ങൾ വിചാരിച്ച് പുഴവക്കത്തിരുന്നു. അവിടെ കൂടി വന്ന സ്ത്രീകളോട് സംസാരിച്ചു. അവിടെ ഇരുന്നില്ല. അവിടെ പ്രാർത്ഥനാ സ്ഥലമൊന്നുമില്ല. മാസിഡോണിയയിലൊന്നും ഈ മാർഗമില്ല. അവിടെ റോമൻ ദേവതകളും ദേവന്മാരുവാ. പക്ഷേ അവിടെ പുഴവക്കത്തെ ആറ്റിറമ്പിലെ കുളിക്കാൻ വന്ന സ്ത്രീകളോട് ഞങ്ങൾ സംസാരിച്ചു. അടുത്തതോ, തുയഥൈര പട്ടണക്കാരത്തെയും രക്താംബരം വിൽക്കുന്നവളുമായി ലുദിയ എന്ന പേരുള്ള ഒരു ദൈവഭക്തയായ ഒരു സ്ത്രീ കേട്ടുകൊണ്ടിരുന്നു. അവിടെ ഏഷ്യക്കാരത്തിയാ. തുയഥൈര ടർക്കിയില. അവളവിടെ കേട്ടോണ്ടിരിക്കുക. ആരാ? അവിടെ പേരെന്നതാ? നമ്മൾ പ്രസംഗിക്കുമ്പോൾ പ്രാർത്ഥിക്കും. എന്താ? ലുദിയായുടെ ഹൃദയത്തെ തുറന്ന കർത്താവേ, എന്റെ ഹൃദയത്തെ അടച്ച് പൂട്ടി താക്കോൽ വീട്ടിൽ വെച്ചാ വന്നിരുന്നാണ് ഇത് പറയുന്നത്. അത് അവളാരാ? അവളെ ഏഷ്യക്കാരത്തിയാ. ഇനി അവളുടെ ക്വാളിറ്റി പറയാം. അടുത്ത വാക്യം കേട്ടു, പൗലോസ് സംസാരിച്ചത് ശ്രദ്ധിക്കേണ്ടതിന് കർത്താവ് അവളുടെ ഹൃദയം തുറന്നു. അവളുടെ ഹൃദയം തുറന്നു. അവളും കുടുംബവും സ്നാനമേറ്റ ശേഷം വന്നപ്പോഴേ നടത്തിയത് സ്നാന ശുശ്രൂഷ. ദർശനം ഒത്തോ ചായ? ദർശനം ഒത്തോ? ചായ മിണ്ടുന്നില്ലല്ലോ. ദർശനം ഒത്തല്ലേ? ഒത്തില്ല. പ്രൈസ് ദി ലോർഡ്. വന്നപ്പോഴേ സ്നാന ശുശ്രൂഷ. തീർന്നില്ല. അടുത്തത് കേട്ടോ, നിങ്ങൾ എന്നെ കർത്താവിൽ വിശ്വസ്ത എന്ന് എണ്ണിയിരിക്കുന്നുവെങ്കിൽ എന്റെ വീട്ടിൽ വന്നു പാർപ്പീൻ. ആരാണ് ഈ ലുദിയ? ഇവള് രക്താംബരം വിൽക്കുന്ന പറഞ്ഞ തട്ടുകട നടത്തുന്നവളല്ല. ഇവൾ ആരാന്നറിയോ? ഇമ്പോർട്ട് ടെക്സ്റ്റൈൽ ഡീലർ. യൂറോപ്പിലേക്ക്, ടർക്കി, ഏഷ്യയിൽ നിന്നും ഏറ്റവും വില കൂടിയുള്ള വസ്ത്രങ്ങൾ ഇറക്കുമതി ചെയ്ത് കച്ചവടം നടത്തുന്ന ബിസിനസ്സുകാരത്തിയാ. അല്ല, ചെറിയ പുള്ളിയല്ല. ഏഷ്യയിൽ നിന്നും യൂറോപ്പിൽ വന്ന് യൂറോപ്പിലേക്കുള്ള സമ്പന്നർക്ക് വേണ്ടിയ ഏറ്റവും നല്ല രക്താംബരം, സമ്പന്നരുടെ വസ്ത്രമാ. കോസ്റ്റ്ലി ഡ്രസ്സസ് ഇമ്പോർട്ട് ചെയ്ത് വിൽക്കുന്നവളാ. അപ്പോൾ അവളുടെ സാമ്പത്തിക സ്ഥിതി, അവളുടെ വീടിന്റെ നില ഒന്ന് ഭാവനയെ കണ്ടേ. 2000 വർഷം മുമ്പ് ഒന്ന് ഭാവനയെ കണ്ടേ. 2000 വർഷം മുമ്പ് അവളുടെ വീടിന്റെ സ്റ്റാറ്റസ്, അവളുടെ എക്കണോമി ഒന്ന് ചിന്തിച്ചേ. അവള് പറയുക, ഞാൻ വിശ്വസ്തയെ നിങ്ങൾ എന്നെ സ്നാനപ്പെടുത്തി, ഇനി എന്റെ വീട്ടിൽ നിന്ന് പോകണ്ട, ഇവിടെ താമസിക്കണം. പൗലോസിന് വേണം പറയാ, കർത്താവേ ഇത് എന്നെ അനുഗ്രഹം വന്നില്ല. അപ്പോളെ നീ എത്ര കറക്റ്റായിട്ട് എനിക്ക് ദർശനം തന്നില്ല. ഇത് കയോസായിട്ട് വരും. എന്നെ വിളിച്ചത് അതിനല്ല. മക്കദോന്യക്കാരൻ ഒരു ആരാ? ആ വാക്യ ഒരു പുരുഷനാ. ഇത് സ്ത്രീയാ.
കണ്ടാലോ ഇപ്പോഴത്തെ പിന്നെ കണ്ടാൽ പോലും അറിയാൻ മേല ആണാണോ പെണ്ണാണോ. അന്ന് പിന്നെ ഏറ്റവും വേഗം അറിയാം. പ്രൈസ് ദി ലോർഡ്. അതൊരു ഈസിയാ. എന്നാലും മനസ്സിലായി ഇതൊരു സ്ത്രീയാ. ബട്ട് ഐ ആം കോൾഡ് by a man to help. ഇല്ല, ഞാൻ ഇവിടുന്ന് പോകും. ഇതാണ് ആത്മാവിന്റെ ദർശനം. ഞാൻ ഇവിടെ നിൽക്കത്തില്ല. എന്റെ വിളി ഇതല്ല. എന്നെ ഒരു പുരുഷൻ വിളിച്ചോ. അന്നേരം ഒരു രാത്രിയിൽ ഒരു പുരുഷൻ പറഞ്ഞു, സഹോദരന്മാരെ, രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണം? സംഗതി മാറിയത് കണ്ടോ? ഈ മാസിഡോണിയൻ ജയിൽ സൂപ്പറിൻറ്റൻഡന്റ് കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ചു. അതിനൊന്നും വടി 4 കിട്ടിയാൽ എന്നാ? പ്രൈസ് ദി ലോർഡ്. ലുദിയയുടെ വീട്ടിൽ താമസിച്ചിരുന്നെങ്കിൽ പീസായും ഉപ്പൂസും അടിക്കാമായിരുന്നു. പക്ഷെ വചനമനുസരിച്ചപ്പോൾ ചായ അടി കിട്ടി. എങ്കിലും വചനമനുസരിച്ചപ്പോൾ വചനം കറക്റ്റായിട്ട് വന്നു. മാസിഡോണിയക്കാരനായ ഒരു പുരുഷന്റെ വാക്ക് കേട്ടു. ഇതാണ് ആത്മാവിന്റെ ഒന്ന്. ആത്മാവിനെ അനുസരിച്ച് നടക്കുക. ആത്മാവിന്റെ ഗൈഡൻസ്. 2 ആത്മാവിന്റെ നിർദ്ദേശം. 3 ആത്മാവിന്റെ ദർശനം. 4 നമുക്കൊക്കെ വേണ്ടത് ആത്മാവിന്റെ ജ്ഞാനം. വായിക്കാം. കൊലോസ്യർ 1:10. ജയകരമായ ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ വേണ്ടിയത്. ജയകരമായ ക്രിസ്തീയ ജീവിതം വായിച്ചാട്ട്. നിങ്ങൾ പൂർണ്ണ പ്രസാദത്തിനായി കർത്താവിന് യോഗ്യമാകുമെണ്ണം നടന്ന്. എങ്ങനെയാണ് യോഗ്യമാകും നടക്കുന്നത്? നല്ല വസ്ത്രം നല്ലതാ. ദൈവമക്കളെ, നീറ്റായിട്ട് വസ്ത്രധാരണം നടത്തണം. അലക്ഷ്യമാകരുത്. നമ്മൾ ആരാ? ക്രിസ്തുവിന്റെ സ്ഥാനാപതികളാ. ആ സ്റ്റാറ്റസ് നമ്മൾ കീപ്പപ്പ് ചെയ്യണം. നല്ല മാന്യമായിട്ട് വസ്ത്രധാരണം ചെയ്യണം. ഒരു കുഴപ്പവുമില്ല. അടുത്ത വാക്യം. ആത്മീകമായ സകല ജ്ഞാനത്തിലും വിവേകത്തിലും അവരുടെ ഇഷ്ടത്തിന്റെ പരിജ്ഞാനം. സംഗതി ഇഷ്ടത്തിന്റെ പരിജ്ഞാനം. എങ്ങനെ ഡീൽ ചെയ്യണം, എങ്ങനെ പ്രാർത്ഥിക്കണം, എങ്ങനെ ഒരുങ്ങണം. പരിജ്ഞാനം. 22 വയസ്സ് പ്രായമുള്ള 21 വയസ്സ് പ്രായമുള്ള അവിവാഹിതയായ ഒരു പെൺകുട്ടി, സുന്ദരി, 21 വയസ്സ് പ്രായമുള്ള ഒരു ഡിഗ്രി ഹോൾഡർ യൗവനക്കാരൻ, അവിവാഹിതൻ. പക്ഷെങ്കിൽ പ്രോഗറിയായിരിക്കാം, മറ്റു കാരണങ്ങളോ എന്തെങ്കിലും ആയിരിക്കാം. 2 or 3 തലമുടി നരച്ചു, വിവാഹം നടന്നിട്ടില്ല. അവനാ മുടി ഒന്ന് ഡൈ ചെയ്യുന്നുണ്ട്, ഒരു തെറ്റുമില്ല. ആ സ്ഥാനത്ത് 77 വയസ്സ് പ്രായമുള്ള തോമസ് മാമൻ കറുപ്പിച്ചാൽ അത് പരിജ്ഞാനമല്ല, അജ്ഞാനമാ. എനിക്ക് വാർദ്ധക്യം തന്ന ദൈവത്തെ ഞാൻ ചോദ്യം ചെയ്യുക. മനസ്സിലായവരുന്നു കൈറങ്ങോട് ദൈവത്തെ സ്തുതിച്ചേ. ഏതിനും പരിജ്ഞാനം വേണം. പ്രാർത്ഥിക്കാൻ പരിജ്ഞാനം വേണം, അത്യാവശ്യമാണ്. ഈ ദൈവദാസമാർ സ്റ്റേജിൽ നിന്ന് സ്വോത്രം പറയുന്ന ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതല്ല, എൻ്റെ അച്ചായ നിർത്തുന്നു. ഒരു പ്രാർത്ഥന ഞാൻ കേട്ടു. ഞങ്ങളുടെ അടുത്ത മസ്കറ്റിലുണ്ടായിരുന്ന ഒരു ഫാമിലി പരിജ്ഞാനം കേട്ടോ. അവധിക്ക് വന്ന് അദ്ദേഹം മരിച്ചു പോയെന്നാ കേട്ടോ. കഴിഞ്ഞ മാസത്തിൽ അദ്ദേഹം ഭാര്യ അവധിക്ക് വന്ന് തിരിച്ചു പോകണം. പോകുന്ന ദിവസം രാവിലെ അവരുടെ സഭാ പാസ്റ്ററുടെ പേരെനിക്കറിയാം, വർഗീസ്. അദ്ദേഹത്തിന് അന്നൊരു വിവാഹത്തിന് എൻഗേജ്മെന്റ് നടത്തുന്ന സഭയിൽ അദ്ദേഹം എന്ന് പറഞ്ഞ അച്ഛൻ ചായ എനിക്ക് വരാനൊക്കത്തില്ല, അച്ഛൻ ചായ പോകുമ്പോൾ ഞാൻ രാവിലെ വന്ന് പ്രാർത്ഥിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞു. സമ്മതിച്ചു. ആ ദേവദാസം വന്ന് തൻ്റെ സഭയിലെ വിശ്വാസിയാ, പ്രാർത്ഥിച്ച് അദ്ദേഹം പോയി. ഇദ്ദേഹത്തിന് 9:30 ഇറങ്ങണം. ഇദ്ദേഹത്തിന് 9:30 ഇറങ്ങിയാൽ കൊച്ചി എയർപോർട്ടിൽ 11:30 ചെല്ലാം. 2:30 ഫ്ലൈറ്റ്. 3 മണിക്കൂർ നിങ്ങൾക്ക് അറിയാമല്ലോ, നിങ്ങൾ ചെയ്യുന്നതാണല്ലോ. 11:30 റിപ്പോർട്ട് ചെയ്യണം. ഇദ്ദേഹം 9:30 ഇറങ്ങണം. വീടെല്ലാം അടയ്ക്കാൻ പോകുക. അദ്ദേഹത്തിൻ്റെ ബാഗേജ് എല്ലാം കാറെ കയറ്റി, വാനെ കയറ്റി വെച്ചാൽ പൂട്ടി. പിന്നെ പ്രാർത്ഥിച്ചിട്ട് സ്വയം പ്രാർത്ഥിച്ച് വീട് ലോക്ക് ചെയ്ത് കസിൻ്റെ കൊടുത്തിട്ട് പോകണം. അതിനാ പ്ലാൻ. കസനും വന്ന് നിൽപ്പുണ്ട്. വീട് ലോക്ക് ചെയ്ത് താക്കോൽ കൊടുക്കണം. അന്നേരം ഇവർ പോകാൻ ഇറങ്ങിയപ്പോൾ ഒരു പാസ്റ്റർ കയറി വന്നു. തേടിയ വള്ളി കാലേ ചുറ്റി. കറക്റ്റ് സമയത്ത് ഒരു പാസ്റ്റർ വന്നു. അയ്യോ സന്തോഷമായി ഇവർക്ക്. പാസ്റ്റർക്ക് അതിനേക്കാൾ സന്തോഷം. ഞങ്ങൾ ഇറങ്ങാൻ തുടങ്ങുകയായിരുന്നു. നല്ല സമയത്ത് ദൈവദാസം വന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. പുള്ളിയുടെ കൊടുത്ത് പ്രാർത്ഥന അങ്ങോട്ട് പുള്ളി തുടങ്ങി. കർത്താവേ, ഈ ദൈവത്തിന്റെ ദാസി ഇങ്ങോട്ട് കൊണ്ടുവന്ന ദൈവമാണ്, നീ അങ്ങോട്ടും കൊണ്ടുപോകണം. അല്ലേ? ആ ശൈലിയില്ല പ്രാർത്ഥന. അങ്ങോട്ട് പ്രാർത്ഥിച്ച് അങ്ങോട്ട് ഒരു യാത്രയെ കൂടെ ഇരിക്കണം. അനേകരെ രക്ഷയിലേക്ക് നയിക്കുന്ന കൃപ പകരണം. ഇതിനിടെ കർത്താവേ, ലിബിയായി കിടക്കുന്ന നേഴ്സുമാർ മലയാളികൾക്ക് വേണ്ടി നീ സ്വർഗത്തിൽ ഒരു പ്ലെയിൻ അയക്കണം. പ്രാർത്ഥന പോയി. അത് കഴിഞ്ഞ് പറഞ്ഞ കർത്താവേ, ആദാവിനും ഹവ്വായിക്കും തോല് കൊണ്ട് വസ്ത്രം ധരിപ്പിച്ച കർത്താവേ, കോവളത്തും ഗോവായിലും കിടക്കുന്ന വിദേശത്ത് വന്നിരിക്കുന്ന ടൂറിസ്റ്റുകളെ നീ വസ്ത്രം ധരിപ്പിക്കണം. മധ്യപ്രദേശത്തിലെ നിന്റെ പേരെ ചുരുങ്ങി ശുഷ്കിച്ചു. അവിടെ നീ പിന്മഴ അയക്കണം. അച്ഛൻ കുഞ്ഞു വാച്ചാ നോക്കുക, സംഗതി തെറ്റാൻ പോകുക. കർത്താവേ, പുള്ളി അവിടെ കയറി. ആന്ധ്രയിലെ ഊഷരഭൂമി പ്രവർത്തിക്കുന്ന ദൈവദാസന്മാരെയും അവരുടെ കുഞ്ഞുങ്ങളെ നീ കരുതിയിട്ടില്ലേ എൻ്റെ ദൈവമേ?
കർത്താവേ, ആന്ധ്രയിലോട്ട് വന്നു, അത് കഴിഞ്ഞ് കർണാടക വഴി കൂടി തമിഴ്നാട്ടിൽ കൂടെ കയറി കേരളത്തിൽ വന്നു, എല്ലാം പറഞ്ഞ് അവസാനിപ്പിച്ച് കണ്ണു തുറന്ന പച്ചൻ കുഞ്ഞുമില്ല, ഭാര്യയും. പാസ്റ്റർ ആ വിഷണ്ണായി കസിൻ ഇപ്പോണ്ട് കൂട്ടി ഇറങ്ങാൻ. അവരെന്ത് ചെയ്യും? അയ്യോ പാസ്റ്റർ, അവര് പോയി. എപ്പോഴാ പോയത്? അത് പാസ്റ്റർ ആന്ധ്ര കഴിഞ്ഞ് കർണാടക കയറി, അന്നേരം അവര് പോയി. പാസ്റ്റർ ആന്ധ്ര കഴിഞ്ഞ് കർണാടക കയറിയില്ലേ, അന്നേരം അവര് പോയി. പരിജ്ഞാനം ദൈവമക്കൾക്ക് വേണം. സമയം തക്കത്തിൽ ഉപയോഗിക്കണം, അവസരം തക്കത്തിൽ ഉപയോഗിക്കണം. കർത്താവ് നൽകുന്ന താലന്തുകൾ തക്ക സമയത്ത് ഉപയോഗിക്കണം. അതാണ് ആത്മാവിന്റെ നിർദ്ദേശം, ആത്മാവിന്റെ പരിജ്ഞാനം. എങ്ങനെ പ്രാർത്ഥിക്കണം, എവിടെ പ്രാർത്ഥിക്കണം, ഏത് സ്ഥിതിയിൽ പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്. നമുക്ക് എല്ലാവർക്കും ജയകരമായ ക്രിസ്തീയ ജീവിതത്തിന് ഒത്തിരി കാര്യങ്ങളുണ്ട്. ആരാധന മാത്രമല്ല, പാട്ട് മാത്രമല്ല, പ്രസംഗം മാത്രമല്ല, എല്ലാം വേണം. ഹൗ വി ഷുഡ് ഡീൽ. നമ്മൾ ഓരോരുത്തരും പ്രസംഗിക്കുന്ന ഞാനും, എനിക്കും ഇത് ബാധകമാ, എനിക്കും ബാധകമാ. എന്നോട് 10 പറഞ്ഞത്. 10 പറഞ്ഞ ഞാൻ വാച്ച് കമത്തിയല്ല വെക്കേണ്ടത്, മലർത്തി വെക്കണം. എന്റെ 10 നിങ്ങളുടെ 10 എന്റെ 10 വില. ഐ ഷുഡ് റിയലൈസ് ദാറ്റ്. എന്റെ 10 വലിയ വിലയൊന്നുമില്ല. നേരം വെളുത്താൽ എനിക്ക് കുഴപ്പമില്ല. നിങ്ങളുടെ 10 അതല്ല. യാത്ര ചെയ്യണം, വീട്ടിൽ ചെല്ലണം, ബാക്കി കാര്യങ്ങൾ നോക്കണം. വെളുപ്പിനെ ഞാൻ 4-ാം യാമത്തിൽ സ്വപ്നം കാണുമ്പോൾ നിങ്ങൾ എഴുന്നേൽക്കാനുള്ളവരാ, ശരിയല്ലേ? ഞാൻ 4-ാം യാമത്തിൽ സ്വപ്നം കണ്ട് കിടക്കുക. അപ്പൊ നിങ്ങൾ എന്തുവാ? എഴുന്നേറ്റ് ഡ്രസ് ചെയ്യാ, ജോലിക്ക് പോകാൻ, അല്ലെ പണി കാണുകയില്ല. ആ പരിജ്ഞാനം ഈ 10 നോക്കിക്കൊണ്ടിരിക്കണം. കർത്താവ് വന്നിരിക്കുന്ന ദൂത 10 നിർത്തണം. അത് ജ്ഞാനോ നമുക്ക് വേണം. കർത്താവിന് കൊടുക്കാനും ജ്ഞാനം വേണം. മേടിക്കാൻ മാത്രം പോരാ, കൊടുക്കാൻ ജ്ഞാനം വേണം. കൊടുപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും. ഗൾഫിലുള്ള ദൈവമക്കൾ അക്കാര്യത്തിന് മിടുക്കരാ. എങ്കിലും പറയുക, കൊടുപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും. കർത്താവിന്റെ നാമത്തിൽ കൊടുക്കുന്ന ഒരൊറ്റ പെനി അക്കൗണ്ടബിൾ അല്ലാത്ത അവിടെ ഇല്ല. എൻ്റെ നാമത്തിൽ 1 കപ്പ് വെള്ളം കുടിക്കാൻ കൊടുത്താൽ അതിന് പ്രതിഫലമാ. നിങ്ങളെ ആരെങ്കിലും ആത്മീയത്തിന്റെ പേരിൽ കബളിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പേടിക്കേണ്ട, അത് കർത്താവുമായിട്ട് തീർത്തോളും. കൊടുത്ത നിങ്ങൾക്ക് അക്കൗണ്ടബിളാണ്. ഇനിയും ഈ ക്രിസ്ത്യ ജീവിതം ഈ വിധേയത്തിൽ ആത്മാവിനെ അനുസരിച്ച് നടത്തുമ്പം നമ്മുടെ വീട്ടിൽ വേസ്റ്റ് ബോക്സ് വെക്കത്തില്ലേ, അതുപോലെ 2-3 വേസ്റ്റ് ബോക്സ് കൂടെ കൈ കാണണം. ആവശ്യമില്ലാത്തൊക്കെ ഇടാൻ, ചപ്പൻ ചവറിടാൻ വേസ്റ്റ് ബോക്സ് ഓരോ മുറിയിലും ഇല്ലേ? ഓരോ റൂമിലും വേസ്റ്റ് ബോക്സ് ഇല്ലേ? കിച്ചണിലുള്ള ഒരെണ്ണമുണ്ട്, ബെഡ്റൂമിൽ ഒരെണ്ണമുണ്ട്, സിറ്റിംഗ് റൂമിലുണ്ട്. കിച്ചണിലെ സാധനം കൊണ്ട് സിറ്റിംഗ് റൂമിൽ ഇടുകയില്ല, കിച്ചണിൽ വേറെ സാധനമാ അല്ലേ? അതിന് അടപ്പേലും വേണം. സിറ്റിംഗ് റൂമിൽ അതിന് അടപ്പ് വേണ്ട, അതുപോലെ പേപ്പറൊക്കെ. ഇതുപോലെ 3 വേസ്റ്റ് ബോക്സ് എങ്കിലും കുറഞ്ഞത് വേണം. ആദ്യത്തെ വേസ്റ്റ് ബോക്സ് സ്വന്തം കാര്യം, സ്വന്തം വേസ്റ്റ് ഇടാൻ. എൻ്റെ ശത്രുവായവളെ, എന്നെ ചൊല്ലി സന്തോഷിക്കരുതേ. വീണെങ്കിലും ഞാൻ വീണെടുത്ത് കിടന്ന് ഉരുളത്തുന്നല്ല, ഞാൻ എഴുന്നേക്കും. മീഖാപ്രവചനം 7-ാം അധ്യായം 8-ാം വാക്യം ഒരു വേസ്റ്റ് ബോക്സാ. വായിച്ചേ, മീഖാ 7:8. 1-ാമത്തെ വേസ്റ്റ് ബോക്സ്, അത് സിറ്റിംഗ് റൂമിൽ വെക്കേണ്ടത്, പേഴ്സണലാ. അതെല്ലാം അതിനകത്തിടണം. വായിച്ചേ, വേസ്റ്റ് ബോക്സ് ഇല്ലെങ്കിൽ ക്രിസ്ത്യ ജീവിതം വിജയിക്കത്തില്ല. അതുകൊണ്ട് ഞാൻ വിലപിച്ച് മുറയിടും. ഞാൻ ചെരുപ്പ് മീഖാ 7:8. എന്റെ ശത്രു സംഗതി പോയല്ലോ. ഇതേ പണ്ടൊരു കല്യാണത്തിന് വായിച്ച പോലെ ആവും. എന്റെ ശത്രുവായവളെ എന്നെ ചൊല്ലി സന്തോഷിക്കരുത്. കല്യാണത്തിന്റെ കാര്യം കേട്ടു. ഒരു കല്യാണത്തിന് എറണാകുളത്താ, നമ്മുടെ ഷേർലി സിസ്റ്ററിന്റെ ഒക്കെ നാട്ടിലാ കല്യാണം നടത്തേണ്ട ഒരു ബിഷപ്പാ. അദ്ദേഹം തൃശ്ശൂരിനപ്പുറത്തുനിന്ന് വരണം. പക്ഷേ കല്യാണത്തിന്റെ ദിവസം അദ്ദേഹത്തിന് വരാനെത്തില്ല. കാരണം അദ്ദേഹത്തിന്റെ വിചാരണയിലുള്ള ഒരു പ്രഗത്ഭനായ വ്യക്തിയുടെ ഫ്യൂണറൽ നടത്തണം. അപ്പോൾ കല്യാണത്തിന് പ്രാധാന്യം കൊടുക്കാനൊക്കത്തില്ല. അതുകൊണ്ട് അദ്ദേഹം കല്യാണത്തിന് വന്നില്ല. പകരം അദ്ദേഹം വേറെ ആളിനെ അയച്ചു. വിവാഹമെല്ലാം വളരെ മനോഹരമായി നടന്നു കഴിഞ്ഞ ഉടനെ ഒരു ഓഡിറ്റോറിയത്തിൽ റിസപ്ഷൻ എല്ലാവരും ഇങ്ങനെ ഇരിക്കുമ്പോൾ അതിൻ്റെ ആ മോഡറേറ്റർ പറഞ്ഞ് നമ്മുടെ തിരുമേനിക്ക് വരാൻ സാധിക്കാത്തത് ഒരു മരണം നടന്നു. അത് ഒരു അച്ഛൻ്റെ മരണമാണ്. അദ്ദേഹത്തിൻ്റെ കബറടക്കം നടത്തണം, അതുകൊണ്ട് വരുന്നില്ല. എങ്കിലും നമ്മുടെ മണവാളനോടുള്ള സ്നേഹത്തിൻ്റെ പേരിൽ ഒരു ആശംസ അയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഉടനെ എല്ലാവരും പറഞ്ഞു, തിരുമേനി അയച്ച് ആശംസ ചെയ്ത് വായിച്ച് കേൾപ്പിക്കണമെന്ന് പറഞ്ഞു. സ്റ്റേജിൽ നറേറ്റർ മൈക്കെടുത്ത് പറഞ്ഞു, എല്ലാ ബെസ്റ്റ് വിശ്വസമനു റീഡ് 1 John 4:18. 1 യോഹന്നാൻ 4:18 വായിരുന്നാണ് തിരുമേനിയുടെ ആശംസ. ഉടനെ ഓഡിയൻസ് പറഞ്ഞു, മണവാളം തന്നെ വായിക്കണം, അവൻ്റെ ജീവിതത്തിൽ വേദപുസ്തകം കണ്ടിട്ടില്ല. എവിടുന്നാ വേദപുസ്തകം? ആരുടെയും കൈ വേദപുസ്തകം പുറകിൽ ഒരു പ്രായമുള്ള അപ്പച്ചൻ്റെ പണ്ട് പുള്ളിയുടെ പൊക്കി കാണിച്ചു, എനിക്ക് തരാൻ പറഞ്ഞു.
അതുകൊണ്ട് മണവാളം വായിക്കാൻ പറഞ്ഞു. അവൻ ആദ്യം ബൈബിൾ തുറക്കുക. കല്യാണം കഴിഞ്ഞ് 1 മണിക്കൂർ പോലും ആയില്ല. 1 യോഹന്നാൻ 4:18 ഇവൻ തുറന്ന് വൈകിക്കൂടെ വായിച്ച 5 ഭർത്താക്കന്മാർ നിനക്കുണ്ടായിരുന്നു, ഇപ്പോൾ ഉള്ളവരോ ഭർത്താവല്ല. സംഭവം നിങ്ങളത് തിരുമേനി വായിക്കാൻ പറഞ്ഞ അതല്ല. ഭയത്തിന് ദണ്ഡനമുള്ളതിനാൽ തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കുന്നു. അതാ അദ്ദേഹം വെച്ചു കൊടുത്തത്. ഏതാ? 1 യോഹന്നാൻ 4:18. നമ്മുടെ പുള്ളി ആദ്യമേ ബൈബിൾ തുറക്കുന്നത്. പുള്ളി വായിച്ചത് യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 18-ാം വാക്യം. ഇതുപോലെ ആകരുത്. വായിച്ചേ മീക 7:8 വായിച്ചേ. ആദ്യത്തെ ബിൻ ബോക്സ്. എന്റെ ശത്രുവായവളെ, എന്റെ ശത്രുവായവളെ, എന്നെ ചൊല്ലി സന്തോഷിക്കുക. Yes, do not rejoice in regards me. എന്നെ ചൊല്ലി നീ സന്തോഷിക്കണ്ട. വായിച്ചോ. വീണുവെങ്കിലും ഞാൻ വീണ്ടും എഴുന്നേൽക്കും. Yes, I will come up. എന്റെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വന്നു, പോരായ്മകൾ വന്നു, കുറവുകൾ വന്നു, തെറ്റുകൾ വന്നു, പാപം വന്നു. ഹല്ലേലൂയ. ചെയ്യേണ്ടാത്തത് ഞാൻ ചെയ്തു, പറയേണ്ടാത്തത് ഞാൻ പറഞ്ഞു, എങ്കിലും ഞാൻ അവിടെ നിൽക്കത്തില്ല. ഐ വിൽ കറക്റ്റ് മൈസെൽഫ്. അതാണ് ആത്മാവിന്റെ ശക്തിയുള്ള ഭിന്ന. എടുത്തു തുറക്കണം. ഒന്നാമത്തെ ഭിന്ന സിറ്റിംഗ് റൂമിൽ വെക്കേണ്ട, പേഴ്സണൽ ബേസ്ഡ് അല്ല ഇടാൻ, അവിടെ ഇടണം. രണ്ടാമത്തെ ഭിന്ന മറ്റുള്ളവർ നിന്ദിക്കുമ്പോൾ പരിഹസിക്കുമ്പോൾ ഇടേണ്ടത്. വായിച്ചേ റോമർക്ക് ലേഖനം 12:17. അടുത്ത പിന്നെ അതിന് കവറിങ് വേണം, മണമൊന്നും വെളിയിൽ വരരുത്. വായിച്ചാട്ടെ റോമർ 12:17. ആർക്കും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതെ, ആർക്കും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതെ, സകല മനുഷ്യരുടെയും മുമ്പിൽ യോഗ്യമായത് മുൻകരുതി. ഇതാണ് വിജയകരമായ ക്രിസ്തീയ ജീവിതം. ഈ ബിൻ ബോക്സ് ഉണ്ടെങ്കിലേ ജയിക്കത്തുള്ളൂ. ആർക്കും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യരുത്. നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പകരം ഉപദ്രവിക്കരുത്. ഒരു ചാൻസ് കിട്ടി അവർ കീറരുതേ. പ്രൈസ് ദി ലോർഡ്. അല്ലേ? പകരം ഉപദ്രവിക്കരുതേ. വിമർശിച്ചവരില്ലേ, ക്രിട്ടിസൈസ് ചെയ്തവരില്ലേ, അപമാനിച്ചവരില്ലേ, അപവാദം പറഞ്ഞവരില്ലേ, നന്മയെ കളഞ്ഞവരില്ലേ, ജോലിയിൽ പ്രശ്നം ഉണ്ടാക്കിയവരില്ലേ, ഡോണ്ട് വറി. അതെ ബിൻ ബോക്സിലോട്ടിട്ട് നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി ഉപദ്രവിക്കുക. വായിച്ചേ റോമർ 12:17. ആർക്കും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതെ. ആർക്ക്? നിങ്ങൾ ക്രിസ്തുവിന്റെ കാന്തയാ, ക്രിസ്തുവിന്റെ മണവാട്ടിയാ, ക്രിസ്തുവിന്റെ സ്ഥാനാപതികളാ, വിശുദ്ധന്മാരാ, സ്വർഗത്തിൽ പൗരത്വമുള്ളവരാ, ശരീരം രൂപാന്തരപ്പെടാനുള്ളവരാ. അതുകൊണ്ടാണ് ഈ പറയുന്നത് ആർക്കും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതെ. അടുത്ത കഴിവുകളോളം സകല മനുഷ്യരുടെയും മുമ്പിൽ യോഗ്യമായത് മുൻകരുതി. യെസ്, യോഗ്യമായത് മുൻകരുതി. കഴിയുമെങ്കിൽ നിങ്ങളാൽ ആവോളം സകല മനുഷ്യരോടും സമാധാനമായി. എല്ലാവരുടെ സമാധാനം. പരിജ്ഞാനം വേണം, സമാധാനം വേണം. പരിജ്ഞാനം വേണേ. ഞാൻ സമയത്തിന് ചുരുണ്ട് ഓടിച്ചു വിട്ടതേ ഉള്ളൂ. പ്രാർത്ഥിക്കുന്ന ഓരോ വാക്യത്തിനും അർത്ഥമുണ്ട് കേട്ടോ. ഭർത്താവിന് തലവേദനയാണെ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ ഇത് മാറ്റി തരണേ, അച്ഛന് സൗഖ്യം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിച്ച ആ ഭാര്യയുടെ സ്നേഹത്തിലുള്ള വാക്ക് കേൾക്കുമ്പോഴേ തലവേദന മൈഗ്രെയിനാണെ പോകും. അതിന് പകരം പരിജ്ഞാനമില്ലാതെ ഈ ബാധ മാറ്റണേ, ഈ ബാധ മാറ്റണേ. ഭർത്താവ് ബാധയാകരുത്. ചിലപ്പോൾ തിരിച്ചു പുളി ഭാര്യക്കിട്ട് പുളി ബാധയാവും കേട്ടോ. തലവേദനയൊന്നും ബാധയല്ല ദൈവമക്കളെ. ഇതൊക്കെ ആരോ പറഞ്ഞു തന്നിരിക്കുന്നത്. അതൊന്നും ബാധയല്ല. ഒന്നീ മൈഗ്രെയിനാ, അല്ലെ ബ്ലഡ് സർക്കുലേഷൻ കുറഞ്ഞതാ, അല്ലെ മെന്റൽ ഡിസ്ട്രസ് കൊണ്ട് വന്നതാ. അത് ദൈവദാസന്മാർ പ്രാർത്ഥിച്ച ഭാര്യ സ്നേഹത്തിലൊന്ന് പ്രാർത്ഥിച്ചേ മാറും. അതിന് പകരം ഇത് ബാധ മാറ്റാൻ പറഞ്ഞ അവനവർക്ക് എനിക്ക് ഏതാണ്ട് ഭൂതം കയറിയതാണ്. ഇതുപോലെയാണ് ബിൻ ബോക്സ്. സകല മനുഷ്യരോടും. അടുത്ത വാക്യം. പ്രിയമുള്ളവരെ, നിങ്ങൾ തന്നെ പ്രതികാരം ചെയ്യാതെ ദൈവകോപത്തിന് ഇടം കൊടുപ്പി. പ്രതികാരം എനിക്കുള്ളത്, ഞാൻ പകരം ചെയ്യുമെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. എന്നാൽ നിന്റെ ശത്രുവിന് വിശക്കുന്നുവെങ്കിൽ അവന് തിന്മാൻ കൊടുക്കാം. നോക്കിക്കേ, ഒന്നുകൂടെ വായിച്ചേ 12:17. ബിൻ ബോക്സ് നമ്മൾ നിർമ്മിക്കണം ദൈവമക്കളെ. ആർക്കും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതെ സകല മനുഷ്യരുടെയും മുമ്പിൽ യോഗ്യമായത് മുൻകരുതി. യോഗ്യമായത്. യോഗ്യതയല്ല, അവന്റെ യോഗ്യതയല്ല, നമ്മുടെ ക്വാളിഫിക്കേഷൻ. അന്ധകാരത്തിൽ നിന്നും അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിക്കുന്ന ആരാ? രാജകീയ പുരോഹിത വർഗം. അതാ നമ്മുടെ യോഗ്യത. പ്രൈസ് ദി ലോർഡ്. അത് നമ്മൾ മുൻകരുതണം. മൂന്നാമത്തെ ബിൻ ബോക്സ് 1 പത്രോസ് 2:11. അതിനകത്ത് ആ ബിൻ ബോക്സ് നമ്മൾ ആരാ നോക്കിക്കേ. 1 പത്രോസ് 2:11. പ്രിയമുള്ളവരെ, പ്രവാസികളും പരദേശികളുമായ നിങ്ങളെ. നമ്മളാരാ? വി ആർ ഏലിയൻസ്. നമ്മൾ അന്യഗ്രഹവാസികളാ. നമ്മൾ ഇവിടുത്തുകാരല്ല. നമ്മുടെ വീട് ഇതല്ല. നമ്മൾ രക്ഷിക്കപ്പെട്ടപ്പോൾ നമ്മുടെ വീടിന് ട്രാൻസ്ഫർ കിട്ടി. നമ്മൾ സ്വർഗീയരാ. ഇത് ടെമ്പററിയാ. ഗൾഫിൽ കഴിയുന്നത് നിങ്ങൾ ടെമ്പററിയാ. നിങ്ങളുടെ എല്ലാ അഡ്രസ്സ് എനിക്ക് വളരെ ഇഷ്ടമാണ്. ഞാൻ എല്ലാ രാജ്യത്തും പ്രസവിക്കും. സോ ആൻഡ് സോ കെയർ ഓഫ് ബോക്സ് നമ്പർ. അത് നല്ലതാ. പ്രൈസ് ദി ലോർഡ്.
ഇവിടെ തമ്പടിച്ചു കൂടുന്നില്ല, ബോക്സ് നമ്പരാ ഇത് തന്നെ. നമുക്കല്ല ബോക്സ് നമ്പരാ, കെയർ ഓഫ് ജീസസ്. നമ്മൾ പരദേശികളാ, നമ്മുടെ വീട് ഇവിടെ അല്ല. പ്രിയമുള്ളവരെ, പരദേശികളും പ്രവാസികളും വായിച്ചേ 1 പത്രോസ് 2:11. പ്രിയമുള്ളവരെ, പ്രവാസികളും പരദേശികളുമായ നിങ്ങളെ ആത്മാവിനോട് പോരാടുന്ന ജഡമോഹങ്ങളെ വിട്ടകന്ന്. കണ്ടോ, ഒരു ഇത് കിഴക്കേ വീട്ടിലെ ചേടത്തി പോരാട്ടമല്ല, അപ്പുറത്തെ ചാക്കോച്ചന്റെ അല്ല. ആത്മാവിനോട് പോരാടുന്ന, ഒന്നൊന്ന് വായിച്ച്, ആത്മാവിനോട് പോരാടുന്ന ജഡമോഹങ്ങളെ വിട്ടകന്ന്. ആത്മാവിനോട് പോരാടുന്ന ജഡമോഹം എന്താണ്? അതിനെ വിട്ടകലണം. അതാണ് നമ്മൾ ചിന്തിച്ചത്. ആത്മാവിനെ അനുസരിച്ച് നടപ്പിൻ, എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ ഇഷ്ടം നിവർത്തിക്കത്തില്ല. എന്താണ് സംഭവം? 3-ാം സ്വർഗം വരെ പോയ പൗലോസ്ലീഹ ഇത്രയും ലേഖനങ്ങൾ എഴുതി തന്ന അറിവിന്റെ ഭണ്ഡാരം, അദ്ദേഹം തന്നെ കുറിച്ച് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ്. റോമർക്ക് ലേഖനം 7-ാം അധ്യായം 19-ാം വാക്യം ഒന്ന് വായിച്ചേ. റോമർക്ക് ലേഖനം 7-ാം അധ്യായം 19-ാം വാക്യം. ഞാൻ ചെയ്യുവാനിച്ഛിക്കുന്ന നന്മ ചെയ്യുന്നില്ലല്ലോ, ഇച്ഛിക്കാത്ത തിന്മയത്രേ പ്രവർത്തിക്കുന്നത്. ഇച്ഛിക്കാത്ത തിന്മയത്രേ ഞാൻ പ്രവർത്തിക്കുന്നത്. അടുത്ത വാക്യമോ, ഞാൻ ഇച്ഛിക്കാത്തതിനെ ചെയ്യുന്നുവെങ്കിലോ അതിനെ പ്രവർത്തിക്കുന്നത് ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപമത്രേ. ഇത് പറയുന്നത് തോമസ് മാമനല്ല, ജോർജ് വർഗീസ് പാസ്റ്റർ അല്ല, ഫിലിപ്പ് പാസ്റ്റർ അല്ല, മാത്യു സംഘളല്ല. ഇത് പറയുന്ന ആരാ? പർദീസ വരെ പോയ പൗലൂസ് പറയുക, പ്രവർത്തിക്കുന്നത് ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപമത്രേ. എന്താണ് അതിന്റെ കാരണം? ദൈവമക്കളെ, ഞാനും നിങ്ങളും യേശുവിന്റെ രക്തത്താൽ വീണ്ടും ജനിച്ചു. നമ്മുടെ മേലുണ്ടായിരുന്ന സകല പാപവും ശാപവും കർത്താവ് മാറ്റി. ഇനിയൊന്നും വേറെ ആർക്കും മാറ്റാൻ വെച്ചിട്ടില്ല. നമ്മുടെ മേലുണ്ടായിരുന്ന സകല സാത്താന്റെ ക്ലെയിമും ആ ജലക്കടവിൽ വെച്ച് തീർന്നു. യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച് വീണ്ടും ജനനത്തിന്റെ ലൈസൻസിന്റെ പേരാ വിശ്വാസ സ്നാനം. വീണ്ടും ജനിച്ചതിന്റെ ലൈസൻസ് ആ വിശ്വാസ സ്നാനം. അതെടുത്തപ്പോൾ നമ്മളുടെ മേലുണ്ടായിരുന്ന സകല ക്ലെയിമും പോയി. ഏതെങ്കിലും ശാപം ഉണ്ടായിരുന്നെങ്കിൽ അത് മാറി, സകല പാപവും മാറി. വി ആർ പെർഫെക്റ്റ്. പക്ഷെങ്കിൽ ശരീരം മാറിയിട്ടില്ല. അന്നത്തെ ശരീരം തന്നെയാ ഇപ്പോഴും, ഇല്ലേ? ആ ശരീരം രൂപാന്തരപ്പെടുന്നതിന് വരെ ശ്രദ്ധിക്കണം. എന്താണ്? നിങ്ങളൊക്കെ നിങ്ങളുടെ പിതാക്കന്മാരെ കണ്ടവരായിരിക്കും. നിങ്ങളുടെ വല്യപ്പച്ചന്മാരെ കണ്ടവർ ഈ കൂട്ടത്തിൽ കാണും. ഞാൻ കണ്ടിട്ടില്ല, നിങ്ങൾ കാണും. നിങ്ങളുടെ വല്യപ്പച്ചന്റെ വല്യപ്പച്ചനെ കണ്ടിട്ടുള്ളവർ ആരെങ്കിലും ഉണ്ടെന്ന് കൈവക്കാവോ? വല്യപ്പന്റെ വല്യപ്പനെ ആരുമില്ല. ഉണ്ടോ? വല്യപ്പന്റെ വല്യപ്പനെ കണ്ടിട്ട് കേട്ടിട്ട് പോലും ഇത് ആരായിരുന്നു കാരണവരെന്ന ഒരു പിടിയുമില്ല. പക്ഷെ നമ്മുടെ വല്യപ്പന്റെ വല്യപ്പനെ കണ്ടിട്ടുള്ള ഒരാളുണ്ട്. കറക്റ്റായിട്ട് നമ്മുടെ വല്യപ്പന്റെ വല്യപ്പനും വല്യമ്മയുടെ വല്യമ്മ ആരായിരുന്നെന്ന് അറിയാവുന്ന ഒരാളുണ്ട്. കർത്താവല്ല, മറ്റേ പുള്ളി. ആരാ? സാത്താൻ. പഴയ പിശാചിന്റെ മകൻ പിശാചൊന്നും അല്ല ഇപ്പോഴും, അതേ പുള്ളി തന്നെയാ. നമ്മളിങ്ങനെ തലമുറ മാറി വന്നേ ഉള്ളൂ. പിശാച് തലമുറ മാറി മാറി വന്നിട്ടില്ല. ഏതൻ തോട്ടത്തിൽ നമ്മുടെ വല്യമ്മച്ച് ആ ചതിച്ച അതേ പുള്ളി തന്നെയാ. ആ പിശാചുണ്ടല്ലോ, നമ്മുടെ വല്യപ്പന്റെ വല്യപ്പനെ കണ്ടിട്ടുണ്ട്. നമുക്കറിയാൻ മേലെന്നേ ഉള്ളൂ. നമ്മുടെ വല്യപ്പന്റെ കയ്യിൽ എന്തെല്ലാം കയ്യിലിരിപ്പുണ്ടായിരുന്നു നമുക്കറിയാൻ മേല, അവനറിയാം. എന്തെല്ലാം പണി പുള്ളി ഒപ്പിച്ചിട്ടുണ്ടെന്നുള്ളത് നമുക്കറിയാൻ മേല. നമ്മുടെ വല്യപ്പന്റെ വല്യപ്പൻ, വല്യമ്മയുടെ വല്യമ്മ എന്തെല്ലാം പണി ചെയ്തിട്ടുണ്ടെന്നുള്ളത് അവനറിയാം. അത് മുഴുവൻ ത്രൂ DNA വഴി നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് നമ്മുടെ രക്തത്തിൽ കിടപ്പുണ്ട്. DNA, ഡെക്സി റൂബോ ന്യൂക്ലിക് ആസിഡ്, DNA. എന്താ? ഓഫ് സ്പ്രിംഗ് ഇൻഹെറിറ്റൻസ്, മാതാപിതാക്കളിൽ നിന്നും കിട്ടിയ പാരമ്പര്യം. അത് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ കഴിവുകളെല്ലാം നമ്മുടെ മെടുക്കുകൊണ്ട് നമ്മളതിനെ മസാല ചേർത്ത് കടുക് വറുത്തതേ ഉള്ളൂ. കഴിവുകൾ പാടാൻ ഈ സഹോദരന്മാർക്കോ ഈ കുഞ്ഞുങ്ങൾക്കോ കിട്ടിയ കഴിവ് അവർ ഫോം ചെയ്തതല്ല, പ്ലെയിനെ കയറിയപ്പോൾ കിട്ടിയതല്ല. അവർക്ക് അവരുടെ പിതാക്കന്മാരിൽ നിന്നോ മാതാക്കളിൽ നിന്നോ കിട്ടിയതാ. നിങ്ങൾക്ക് നല്ലപോലെ കുക്ക് ചെയ്യാൻ അറിയാം. ഒരു പരിധി വരെ നിങ്ങൾ ബുക്ക് വെച്ചും കമ്പ്യൂട്ടർ വെച്ചും പഠിച്ചത്. അതൊരു പരിധി വരെ. ഒറിജിനലി നിങ്ങളുടെ വല്യപ്പച്ചൻ്റെ വല്യമ്മച്ചയുടെ കഴിവാ.
പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാനും കൃഷി ചെയ്യാനും കാര്യങ്ങൾ നടത്താനുള്ള എഫിഷ്യൻസി ഉണ്ടല്ലോ. ഒത്തിരിയൊക്കെ ഒരു നല്ല പരിധി വരെ നിങ്ങളുടെ എഫിഷ്യൻസി നിങ്ങളുടെ ഹാർഡ് വർക്കാ. പക്ഷെ ഒറിജിനൽ വല്യപ്പൻ്റെ വല്യമ്മയുടെയാ, അത് സയൻസാ. വല്യപ്പൻ്റെ വല്യമ്മയുടെയാ ആ ക്യാരക്ടറാണ് നിങ്ങളുടെ എല്ലാം കയ്യിൽ. അപ്പോൾ ആ വല്യപ്പച്ചൻ്റെ വല്യപ്പച്ചനും ഒക്കെ എന്തെല്ലാം കൊടിച്ചിൽ കാണിച്ചിട്ടുണ്ടോ അതെല്ലാം കിടപ്പുണ്ട് ദേഹത്ത്. അതെ ഇവൻ അറിയാം. സാത്താന് തക്ക സമയത്ത് അവൻ ഈ ചിരിച്ച പൊക്കി വിടും. വല്യപ്പൻ അന്ന് പഴയ കാലത്ത് ചക്ക മൂട്ടിച്ചവനാണ്. ഇപ്പോഴത്തെ കൊച്ചുമകൻ ജോലിയിലും പേപ്പർ മൂട്ടിക്കാൻ പ്ലാൻ ഇടും. മനസ്സിലായോ? അത് വല്യപ്പൻ അന്ന് ചക്ക മൂട്ടിച്ചു, ദുബൈ ചക്കയില്ല. അതുകൊണ്ട് ടെൻഡൻസി ഓഫ് ദ സ്റ്റീലിംഗ് ഏതാ? വല്യപ്പന് മോഷണശീലം ഉണ്ടായിരുന്നെങ്കിൽ ആ ടെൻഡൻസി ഇന്നും കിടപ്പുണ്ട്. ഓഫീസിൽ ഇരിക്കുമ്പോൾ ഒരു പേപ്പറുകളെടുത്ത് ബായി വെക്കാൻ. ആ ക്യാരക്ടറാ. വല്യമ്മയുടെ വല്യമ്മ മൂക്കിന്റെ അറ്റത്താ കോപമായിരുന്നെങ്കിൽ അത് ഇങ്ങോട്ട് കിട്ടിയിട്ടുണ്ട്. അത് ചട്ടെന്ന് മുഖം മാറും. എന്താ? ആ ക്യാരക്ടറാ. ശ്രദ്ധിച്ചു? അത് നമുക്കെല്ലാം ഉണ്ട്. അതിനെ പരിശുദ്ധാത്മാവിന്റെ ശക്തി കൊണ്ട് അന്നന്ന് കുഴിച്ചിടണം. അന്നന്ന് ഡെയിലി എന്ന് വരെ ഈ ശരീരം രൂപാന്തരപ്പെടുന്നത് വരെ. വല്യപ്പൻ മഹാകോപിയായിരുന്നു. ഓ, വല്യമ്മച്ചി എങ്ങനെ കഴിഞ്ഞു കൂടി? അന്ന് ഡിവേഴ്സ് പറ്റത്തില്ല. അല്ലെ പുള്ളിക്കാരത്തി പണ്ട ഇട്ട ജോലിയാണ് അല്ലേ? ആ കോപം ഇന്ന് കിട്ടിയിട്ടുണ്ട്. അതാ എടീന്നൊന്നും പറഞ്ഞില്ലെങ്കിലും മീശ ചിലരുടെ, നിങ്ങളുടെ അല്ല, ഞാൻ കോമൺ ലോ പറയുന്ന ചിലരുടെ മീശ ഇങ്ങനെ വിറക്കില്ലേ ഭാര്യമാരെ നോക്കി. ചില ഭാര്യമാർക്ക് ചെറിയ കാര്യം മതി, ഒരാഴ്ചത്തേക്ക് പിന്നെ കർത്താവാ മോഹം മുഴുവൻ. അത് എവിടുന്ന് കിട്ടിയതാ? അവിടുന്ന് കിട്ടിയതാ. അതൊരു ക്യാരക്ടറാ. അത് നമ്മുടെ അതാണ് ജീൻ. നമ്മുടെ കുഞ്ഞുങ്ങളെ നോക്കി നമ്മുടെ ക്യാരക്ടറൊക്കെ കയ്യിരിപ്പില്ലേ? ശാസ്ത്രത്തിന്റെ ഭാഷ നമ്മുടെ കുഞ്ഞുങ്ങൾ ആരാ? നോക്കി കുഞ്ഞുങ്ങളെ മുഖത്തോടൊക്കെ നോക്കി ആരാ? 50-50 ബിസ്ക്കറ്റ് അല്ല. നമ്മുടെ കുഞ്ഞുങ്ങളാരാ? പകുതി അപ്പച്ചൻ പകുതി അമ്മച്ചി. ഒരു DNA അമ്മച്ചൻ്റെ, ഒരു DNA അമ്മച്ചിയുടെ. ഇത് തമ്പുരാൻ ചെയ്ത പരിപാടിയാ. അതിന് വേറെ കാര്യം ഇപ്പം പറയാൻ നേരമില്ല. അപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങൾ അതാ. അപ്പൊ നമ്മുടെ വല്യപ്പൻ്റെ ആ ക്യാരക്ടർ നമ്മുടെ ജീവനകത്ത് കിടപ്പുണ്ട്. നമ്മൾ രക്ഷിക്കപ്പെട്ടപ്പോൾ ചെയ്തതെല്ലാം കർത്താവ് യേശുവിൻ്റെ രക്തം കൊണ്ട് മാറ്റി. ചെയ്തതെല്ലാം മാറി. എന്നാൽ ആ ടെൻഡൻസി കിടപ്പുണ്ട്. ആ ടെൻഡൻസിയെ പൊക്കിക്കൊണ്ടുവരാൻ സാത്താൻ അവൻ അറിയാം. നമ്മുടെ പുള്ളി ആരായിരുന്നേ, അവനത് പതുക്കെ അവൻ കൊണ്ടുവരാൻ നോക്കും. അതിൽ നിന്നും നമ്മൾ വിജയിക്കണം. അതാണ് ക്രിസ്തീയ ജീവിതം. അത് വിജയിക്കാനാണ് ആത്മാവിനെ അനുസരിച്ച് നടപ്പീൻ. ആ ക്യാരക്ടറിനോട് കൊണ്ടുവരാൻ നോക്കും. പ്രൈസ് ദി ലോർഡ്. ഓരോരുത്തരിലും നോക്കിക്കോ. അതിനാണ് ഈ ക്രിമിനൽസിന്റെ ഒക്കെ ബാക്ക് ഹിസ്റ്ററി പഠിക്കുന്നത്. എൻ്റെ അപ്പനാരായിരുന്നു, വല്യപ്പനാരായിരുന്നു ചോദിക്കുന്നതിന് കാര്യമാണ്. നമ്മൾ മെഡിക്കൽ സയൻസിൽ ചിലപ്പോൾ ചോദിക്കത്തില്ലേ, നിങ്ങളുടെ വീട്ടിൽ ആർക്കെങ്കിലും ഉണ്ടായിരുന്നോ ഡയബറ്റിക്, ആർക്കെങ്കിലും കാർഡിയാക് പ്രോബ്ലം ഉണ്ടായിരുന്നോ? ചോദിക്കത്തില്ലേ മെഡിക്കൽ ഹിസ്റ്ററി? എന്തിനാ? അതാ ജീൻ വന്നിട്ടുണ്ട്. കാർഡിയാക് അറസ്റ്റ്, ഹൃദയത്തിന്റെ അസ്വസ്ഥത, അത് ജനറ്റിക്കാ. ഡയബറ്റിക്, അത് റൂമാറ്റിസം. ഇതെല്ലാം പാരമ്പര്യത്തിൽ കൂടെ ഒത്തിരി കിട്ടും. അതിനാ മെഡിക്കൽ ഹിസ്റ്ററി ചോദിക്കും. പിതാവിന് എന്നാ ജോലി, ഭർത്താവിന് എന്നാ ജോലി, അപ്പൻ എന്നാ ജോലി, അമ്മയ്ക്ക് എന്നാ പണി, അതിങ്ങോട്ട് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ ടെൻഡൻസി ടു കമ്മിറ്റ് സിൻ, പാപം ചെയ്യാനുള്ള വ്യഗ്രത നമ്മുടെ ശരീരത്തിൽ കിടപ്പുണ്ട്. അതിനെ ഇല്ലാതാക്കാൻ ഒരൊറ്റ പവറാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി. ആത്മാവിനെ അനുസരിച്ച് നടക്കുമ്പോൾ നമ്മിൽ ആ ശക്തി ഉണ്ടാകും. അതിനാണ് 9ാം ബലം എപ്പോഴും വേണം. ആത്മാവിനെ അനുസരിച്ച് നടക്കുമ്പോൾ 9ാമത്തെ ബലം എപ്പോഴും. മറ്റുള്ള ബലങ്ങളൊക്കെ അത്യാവശ്യമുള്ളപ്പോൾ മതി. 9ാമത്തെ ബലം എപ്പോഴും. ജീവിതം വിജയിച്ചു. 9th ഫ്രൂട്ട് എന്നതാ? അമ്മാമ്മ പറഞ്ഞു കഴിച്ചു. അതായത് കർത്താവിന്റെ ദാസൻ മുല്ലപ്പൂവും ഏറ്റുകിടക്കും, കല്ലിനും ഉണ്ടാകും ഒരു സൗകര്യം. കണ്ടോ? അന്നേരം അദ്ദേഹത്തിന് കർത്താവിന്റെ ദാസന്റെ ഭാര്യ പറഞ്ഞു കഴിഞ്ഞു. ഇന്ദ്രിയ ജയം എന്ന് പറഞ്ഞാൽ സെൽഫ് കൺട്രോൾ. ഏതിനും, എവരിതിങ്, എല്ലാത്തിനും ആക്സിലേറ്റർ നമ്മൾ ചവിട്ടണം. ബ്രേക്ക്, ഭക്ഷണം, സെൽഫ് കൺട്രോൾ. ചെറുപ്പക്കാരൻ വായിക്കുന്ന സഹോദരൻ 6 പൊറോട്ട കഴിക്കാം, പുള്ളിക്ക് അതിനുള്ള ബോഡിയുണ്ട്, അതിന് മെയിൻറ്റെയിൻ ചെയ്യാൻ അത് കൊടുക്കണം എന്ന് പറഞ്ഞ് 77കാരൻ ഞാൻ 6 എണ്ണം നിന്നാൽ നാളെ യോഗത്തിന് വരത്തിൽ അഡ്മിറ്റ് ആവും. സെൽഫ് കൺട്രോൾ. ഭക്ഷണം, വസ്ത്രം, പെരുമാറ്റം, ജീവിതം
എവരിതിങ്. ആത്മാവിന് 9ാമത്തെ ഫലം പണം ചെലവാക്കാൻ, സെൽഫ് കൺട്രോൾ. ഏതിന് കൺട്രോൾ? ഇതാരാ? ഈ ഇരിക്കുന്ന ക്രിസ്തുവിന്റെ കാന്തയാ. ഇതൊന്നും ചെറുതല്ല ഇവിടെ ഇരിക്കുന്നത്, എല്ലാ ക്രിസ്തുവിന്റെ കാന്തയാ. ആ കാന്തയുണ്ടല്ലോ, തന്നെത്താൻ ഒരുങ്ങുമ്പോൾ 9ാമത്തെ ഫലം എപ്പോഴും ഉണ്ടോ, ക്രിസ്തീയ ജീവിതത്തിന്റെ വിജയത്തിന്റെ ഏറ്റവും മുകളിൽ. അടുത്തൊരു പ്രൊഡക്റ്റ് കൂടെ നമുക്ക് ഉണ്ടാക്കണം. സമയം തീർന്നല്ലോ, അത് നമുക്ക് നാളെ ചിന്തിക്കാം. നാളെ ചിന്തിച്ചിട്ട് ഏറ്റവും പ്രധാനമായ ചില കാര്യങ്ങൾ, ദൈവമക്കളെ, നിങ്ങളോട് ഞാൻ കഴിഞ്ഞ വർഷം പല സഭകളിലും എന്ന് പറഞ്ഞു, കർത്താവിൻ്റെ വരവ് ഈ തലമുറയിലാണ്. അതിന് ഏറ്റവും ശക്തമായ തെളിവുകൾ വീണ്ടും ഓരോ ദിവസം ചെല്ലുന്തോറും വരിക. നമ്മളെ ഈ ഒരു യാത്ര ചെയ്തൊരു സ്ഥലത്തോട് അടുക്കുമ്പോൾ കൂടുതൽ കാണുന്നത് പോലെ കർത്താവിൻ്റെ വരവിൻ്റെ ചില കാര്യങ്ങളുണ്ട്. അത് നമുക്ക് നാളെ ചിന്തിക്കണം. ഇനി ഈ ക്രിസ്തീയ ജീവിതം വിജയിപ്പിക്കേണ്ട 1-2 കാര്യങ്ങളുണ്ട്, അതും നമുക്ക് ചിന്തിക്കാം. സമാധാനത്തോടെ കടന്നു പോകാം. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ.